ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം. ആരാ പഠിപ്പിച്ചത്? യഥോർണനാഭിഹി. എട്ടുകാലി എന്താ പഠിപ്പിച്ചത്? എട്ടുകാലി പഠിപ്പിച്ചത്. ഉപനിഷത്തൊക്കെ വായിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചം ഭഗവാൻ സൃഷ്ടിച്ചു എന്നാ പറയുക. അതൊരു പറയാൻ തന്നെയുള്ളൂ കേട്ടോ. പ്രപഞ്ചം ഇല്ലാന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. എന്താണ് ഈ വിളക്ക് ഓട് സൃഷ്ടിച്ചതാ എന്ന് വിചാരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് വിളക്കില്ല, ഓടേ ഉള്ളൂ. ഓടെടുത്ത് മാറ്റിയവന് വിളക്കുണ്ടോ? ഈശ്വരനടുത്ത് മാറ്റിയപ്പോൾ എന്തില്ല? പിന്നെ പ്രപഞ്ചമില്ല. പക്ഷെ വിളക്കില്ലെങ്കിൽ എന്തുണ്ട്? വിളക്കില്ലെങ്കിലും ഓടുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചമില്ലെങ്കിലും ഈശ്വരൻ. അതാണ് അതിൻ്റെ ഒരു ന്യായം. അപ്പോൾ ഇനി സൃഷ്ടി ഇങ്ങനെ ഒരു തമാശയ്ക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ പോലും ഒരു സംശയം ഉണ്ടാവും. എങ്ങനെ ഇപ്പോൾ ഭഗവാൻ സൃഷ്ടിക്കുന്നത്? അപ്പം ആരെയും ആശ്രയിച്ചിട്ടില്ല എന്നാ പറയുക. എന്താണ്? ഓട് ആരെയും ആശ്രയിക്കാതെ വിളക്കായി മാറി. അങ്ങനെ പറയുമ്പോൾ ശരിയാകുമോ? ആ ഒരു മൂശാരില്ലാണ്ട് പറ്റുമോ? അല്ലെ, വിളക്കുണ്ടാക്കുന്ന ആൾ വേണ്ടേ? ഇപ്പോൾ ഒരു മണ്ണിങ്ങനെ സ്വയം ഇങ്ങനെ കലായി മാറുമോ? അതില്ല. അതിനെന്ത് വേണം? അതിന് കുലാലൻ വേണം. ആ മണ്ണിന് കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും, വടി കൊണ്ട് അടിക്കണം, യന്ത്രം വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊപ്പം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു കലം ആക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ കാണുന്നുണ്ടെങ്കിൽ ഇതിനാരുണ്ടാവണം? ഒരു നിയാമകൻ ഉണ്ടാവണം. എന്നൊക്കെയാണ് ന്യായം പറയുക. അപ്പം അങ്ങനെയാണെങ്കിൽ അയാൾ ഒന്നിനെ ആശ്രയിക്കാണ്ട് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അങ്ങനെ ശരിയാവുക? അപ്പോൾ ചോദ്യം വരുമല്ലോ. മറ്റ് സെമിറ്റിക് മതങ്ങൾ പറയാം അങ്ങനെയാണ്. അതായത് ഭഗവാൻ തന്നെ ഉണ്ടാക്കി, ഒരു ദിവസം വിശ്രമിച്ചു ഒക്കെയാണ്. മണ്ണുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയാം. മണ്ണുകൊണ്ട് പ്രപഞ്ചം ഉണ്ടാക്കി. അപ്പോൾ ചോദ്യം വരും, മണ്ണില്ലായിരുന്നെങ്കിൽ മൂപ്പരെന്ത് ചെയ്യും? മൂപ്പരെങ്ങനെ ഇരിക്കും, അല്ലാണ്ട് എന്താ ചെയ്യുക? അപ്പോൾ മണ്ണല്ലേ പ്രധാനം. അതെ, എന്നാൽ മണ്ണിനെ നമസ്കരിക്കാം. മണ്ണ് കഴിഞ്ഞിട്ട് ആരുള്ളൂ? ദൈവമുള്ളൂ എന്ന് വരും. അങ്ങനെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ പ്രസക്തി. ഉപനിഷത്തിൽ അങ്ങനെ പറയില്ല. അത് ഞാൻ എവിടുന്ന് മനസ്സിലാക്കി? ഭഗവാൻ ഒന്നിനെ ആശ്രയിക്കാണ്ട് സൃഷ്ടിച്ചു. ഏതുപോലെ? എട്ടുകാലി വല നെയ്യും പോലെ. അവരും ചോദിക്കാനില്ല. വല വേറെയല്ലേ? അതെ. എവിടുന്ന് ഉണ്ടായി? എട്ടുകാലിയിൽ തന്നെ. എട്ടുകാലി തൻ്റെ ഉള്ളിൽ തന്നെ വല ഉണ്ടാക്കിയത്, അല്ലാണ്ട് സൂര്യൻ നൂലും വാങ്ങിയിട്ടല്ല. തൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു വല അവിടെ ഇവിടെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ കുറച്ച് കാലം അങ്ങനെ അതിങ്ങനെ വിരിച്ച് വെക്കും. എന്നിട്ട് അതിൽ പ്രാണിയൊക്കെ പിടിച്ച് കുറച്ച് കാലം കഴിയും. കുറച്ച് കഴിഞ്ഞ് മടുത്താൽ തന്നിലേക്ക് തന്നെ ആ വല ഉപസംഹരിക്കും. ഇതുപോലെ ഭഗവാൻ തന്നെ പ്രപഞ്ചമായി അങ്ങനെ നിൽക്കും. കുറച്ച് കഴിഞ്ഞാൽ അതിൽ തന്നിലേക്ക് തന്നെ ഉപസംഹരിക്കും. അപ്പോഴും ആര് ബാക്കിയുണ്ടാവും? എട്ടുകാലി ബാക്കിയുള്ളതുപോലെ ഭഗവാൻ ബാക്കിയുണ്ടാവും. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കിയ സായുജ്യം നൽകുമാര്യനും. ഇതാണ് ഉപനിഷത്ത്. ഗുരുദേവൻ്റെ കൃതിയാണ്. അതിൽ ഇതാണ് സാരം. കുലാലനും ഭഗവാനാണ്, മണ്ണും ഭഗവാനാണ്, വെള്ളവും ഭഗവാനാണ്, വടിയും ഭഗവാനാണ്, ഒക്കെ ഭഗവാനാണ്. ഒന്നും ഭഗവാനിന് അന്യമായ ഒന്നുമില്ല. അതാണ് സാരം. അത് ഞാൻ എവിടുന്ന് പഠിച്ചു? എട്ടുകാലിയെ കണ്ടപ്പോഴേക്ക് മനസ്സിലായി. ഓ, ഇങ്ങനെയാണല്ലേ. ഇതാണ് അതിൻ്റെ സാരം. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എന്നാൽ ഈ ഒരു ഉള്ളിലുള്ള സംശയം തീർന്നു കിട്ടും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇനി 24ാമത്തെ ഗുരുനാഥൻ. ആശ്വാസമായി, കഴിയാറായി. അപ്പം 24ാമത്തെ ഇത് എവിടെ തീരെ ആലോചിച്ച് നിൽക്കായിരുന്നു. കുറേ ഗുരുനാഥന്മാരും. അപ്പോൾ 24ാമത്തെ ഗുരുനാഥൻ ആര് ചോദിച്ചാൽ വേട്ടാളൻ. ആരാണ്? വേട്ടാളൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജീവിയാണ്. അതിങ്ങനെ പറന്ന് പോയിട്ട് ഈ മണ്ണൊക്കെ എടുത്ത് ഒപ്പിക്കൊണ്ട് വന്നിട്ട് എവിടെ വെക്കും? അത് ഈ പ്ലഗ് പോയിന്റിലൊക്കെ വെച്ച് മൂടും. മിക്കവാറും അവിടെ ഉണ്ടാവുക. എന്നിട്ട് ഈ പുഴുവിനെ കൊണ്ടുപോയി അതിൽ വെക്കും. എന്നിട്ടത് മൂടിയിട്ട് പിന്നെ അത് വരില്ല. എന്നാൽ ഈ പുഴു ഉള്ളെന്ന് ഇങ്ങനെ പേടിക്കും. ആര് വരും? വേട്ടാളം വരും. വേട്ടാളം എന്നിങ്ങനെ വിചാരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കൂടെ അങ്ങോട്ട് പൊളിയും. അത് ആരാ പുറത്തേക്ക് വരുന്നത്? പുഴുവല്ല. ആദ്യം പുഴുവായിരുന്നു, പക്ഷെ ഇപ്പം വരുന്നത് പുഴുവല്ല. ആരാ വരുന്നത്? വേട്ടാളിന് അവിടെ നിന്ന് അങ്ങോട്ട് വരികയാണ്. അതെങ്ങനെ ചോദിച്ചാൽ ഈ പുഴു വേട്ടാളിനെ വിചാരിച്ച് ആരായി? വേട്ടാളിനായി മാറി എന്നാണ് പറയുക. അത് അങ്ങനെ പറയാന്നേ ഉള്ളൂ കേട്ടോ. ചില ആശയം ബോധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുകയാണ്. ശരിക്കും വേട്ടാളിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കി അങ്ങനെയല്ല. അത് കൊണ്ടുവയ്ക്കേണ്ടത് തൻ്റെ കുട്ടിയെ തന്നെയാണ്. അത് അപ്പം പുഴു പോലെ ഉണ്ടാവും കണ്ടാൽ. അത്രയേ ഉള്ളൂ. അതാണ് സംഗതി. അപ്പോൾ ഇതിപ്പം ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം ഇത് സുവോളജി ടെസ്റ്റ് അല്ല.
ഇത് ഭാഗവതമാണ്. അപ്പോൾ നമ്മളെ ഉദ്ദേശിക്കുന്നത് ആധ്യാത്മികമായിട്ട് ഉയർത്താനുള്ളതാണ് ഉദ്ദേശം. അതല്ലാണ്ട് കുറച്ചെന്തെങ്കിലും ജീവികളെ പറ്റി പഠിക്കാമെന്നോ അല്ലെങ്കിൽ ജിയോഗ്രഫി ഭൂമിശാസ്ത്രം പഠിക്കാമെന്നോ നല്ല ഉദ്ദേശം. അതൊക്കെ ലേശാപടിപടിയൊക്കെ വരുന്നുണ്ടാവും നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട്. ഉദ്ദേശം അതല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത് പറഞ്ഞത് എന്തിനാണ് ചോദിച്ചാൽ, നമ്മളൊക്കെ അപ്പോൾ പുഴുവെന്ന് കൂട്ടിക്കോളൂ. ആരെ ധ്യാനിക്കണം? വേട്ടാളനെ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ. നമ്മളെ ഇവിടെ കൊണ്ടുവച്ച ഈശ്വരനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ ഈ ചെറിയ പുഴുവല്ല. ഞാൻ ആരാണ്? ഞാൻ നരനല്ല, പിന്നെയോ നാരായണനാണ്. ഞാൻ മാനവനല്ല, ഞാൻ മാധവനാണ് എന്ന ബോധ്യമാണ്. അതാണ് ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ഞാൻ ദുഃഖിയല്ല. കുറച്ചായിട്ട് അങ്ങനെ ഭാഗവതമൊക്കെ കേട്ട് ക്രമത്തിൽ അങ്ങനെ കേട്ട് കുറച്ച് കഴിയുമ്പോൾ പഴയ ദുഃഖമൊക്കെ അങ്ങനെ പോയി. ഇപ്പം എന്തുണ്ട്? നല്ല തെളിച്ചം, നല്ല സമാധാനം ഉണ്ട്. പ്രായമാവും തോറും ക്ഷീണമല്ല, സമാധാനമാണ്. ഇത് തിരിച്ചാണ്ടാവുന്നത്. പ്രായമാവും തോറും വിഷമല്ല, പേടിയൊന്നുമില്ല, അതൊക്കെ പോവുകയാണ്. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു സമയം വേറെ ഉണ്ടോ? എന്ത് സുഖം അല്ലേ വാർദ്ധക്യമായി കഴിഞ്ഞാൽ. ഇല്ലേ, ബസ്സിലൊക്കെ കയറി ഉടനെ സീറ്റ് കിട്ടുക. ഞാനതാ കറപ്പിക്കാത്തത്. നല്ല സീറ്റ് കിട്ടുക വെച്ചാൽ ഗുരുവായൂർ പോയാൽ പരിക്ക് എത്ര പെട്ടെന്ന് അങ്ങോട്ട് കിട്ടും. അങ്ങനെയൊക്കെയുള്ള സൗകര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ പ്രായമുണ്ട്. തെറ്റൊന്നുമല്ല, വലിയ വിഷമമുള്ള കാര്യമൊന്നും വിചാരിക്കേണ്ട. പ്രായമാകുമ്പോൾ ഒരു വകതിരിവുണ്ടാവും. എല്ലാം ഒന്ന് ശേഖരിച്ച് വെക്കില്ല, അത്യാവശ്യത്തിൽ മാത്രമേ ഇടപെടുള്ളൂ. ഇങ്ങനെയൊക്കെ കുറേ ഗുണങ്ങൾ ഇവിടെ പ്രായമുണ്ട്. ഇല്ലേ, ഇടപെടുന്നതിന് ഒന്നുമില്ല, ഒന്നും വല്ല ഉടൻ ബാഗൊക്കെ ആയിട്ട് പഴയ എടുത്തുചാട്ടമൊന്നുമില്ല. അങ്ങനെ ഉളുക്കിപ്പോവും, അത് വേറെ വിഷയം അല്ലേ. അല്ല എന്തായാലും ഒരു ഒതുക്കല്ലേ. എല്ലാവർക്കും നമ്മളോടൊരു കരുതലുണ്ടാവും. നമ്മളങ്ങോട്ട് ഓടി വരുമ്പോഴേക്ക് ബസ്സുകാരൻ എടുക്കില്ല. കാരണം വന്നോട്ടെ, കാരണം അവർ വന്നിട്ട് തന്നെ പോയാൽ, കാരണം ഇതിൻ്റെ ഇടയ്ക്കേറ്റ് വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അദ്ദേഹം നല്ലോണം മറ്റേ നമ്മളൊക്കെ വരും, നമ്മളെങ്ങനെയെങ്കിലും പറന്ന് കയറണം. ഒന്ന് ശ്രദ്ധ പാടിയാൽ ബസ്സൊന്ന് താഴെ വീഴും. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പം മറ്റുള്ളവർക്കും നമ്മളോടൊരു കരുതലുണ്ടാവും, ഒരു സ്നേഹത്തോടെ അല്ലേ. ഒന്ന് ശ്രദ്ധിച്ച് വന്നാൽ മതിട്ടോ ഒക്കെ പറയും. കയ്യിൽ നിന്നൊരു പെന്ന് വീണാൽ വേണമെങ്കിൽ എടുക്കുള്ളൂ അല്ലേ. ഇല്ല, അവിടെ പോയാൽ നല്ലോണം നോക്കും, വേണ്ടതാണോ, കുറച്ചും കൂടി മഷിയുണ്ട്, അത്രയല്ലേ ഉള്ളൂ, 4 ദിവസം കൂടി പോട്ടെ. കാരണം അതെടുക്കാൻ പോയാൽ ഇയാൾ വീഴും. അത്യാവശ്യത്തിന് മാത്രമേ ശേഖരിക്കുന്നുള്ളൂ. മറ്റേത് അങ്ങനെയല്ല, അങ്ങോട്ട് പോയാൽ ഒക്കെ എടുത്തു വയ്ക്കാനുള്ള വിചാരം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയാൽ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഭഗവാനെ ഭജിക്കാനും താൻ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രായോഗികമായോ നോക്കാൻ പറ്റിയ നല്ലൊരു സമയമായിട്ടാണ് വാർദ്ധക്യത്തെ പറയുക. ശരിക്കും ആധ്യാത്മിക വിഷയങ്ങൾ തന്നെ മുഴുകുകയാണ് വേണ്ടത്. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളിലൊന്നും പോവാതെ ശാന്തമായിട്ടിരുന്നാൽ മെല്ലെ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഉപേക്ഷിക്കും പോലെ എന്ത് ചെയ്യാം, അനായാസേന മരണം. സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യാം, ഈ ശരീരം ധരിക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു പദ്ധതി. അപ്പം കീടഃ പേശസ്കൃതം ധ്യായൻ കുഡ്യാം തേന പ്രവേശിതഃ യാതി തത്സാത്മതാം രാജൻ പൂർവ്വരൂപമസന്ധ്യജൻ. ആ പുഴു കൂട്ടിലിരുന്ന് വേട്ടാളിനെ തന്നെ ധ്യാനിച്ച് വേട്ടാളിനായത് കണ്ടില്ലേ. ഇതുപോലെ നമ്മളും ചിന്തിക്കുന്നത് ഉദാത്തമായാൽ, ചിന്തയാണ് മുഖ്യം. എന്താണ്, എന്ത് ചിന്തിക്കുന്നു ഉള്ള വിഷയം, എവിടെ ഇരിക്കണു ഉള്ളതല്ല. കഴുകൻ ആകാശത്താ പറക്കണത് പറഞ്ഞിട്ട് കാര്യമില്ല, ചിന്ത എവിടെയാണ്? അതിൻ്റെ കണ്ണ ഓടയിലുള്ള എലിയുടെ മുകളിലാണ്, ചത്ത എലിയുടെ മുകളിലാണ് കണ്ണ്. പിന്നെ ഉയരത്തിൽ പറന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എവിടെ നിൽക്കണമുള്ളതല്ല വിഷയം, ചിന്ത എവിടെയാണ് എന്നതാണ് ചോദ്യം. അതുകൊണ്ട് എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, അതാണ് നമ്മൾ. നല്ലവനാവണമെങ്കിൽ നല്ലത് ചിന്തിക്കുക, അപ്പം നമ്മൾ നല്ല ആളാണ്. അത് നല്ലത് പോയാൽ പിന്നെ മോശം ആളായി. അതുകൊണ്ട് എപ്പോഴും നല്ലതിനെ ചിന്തിച്ചോളൂ. തന്മേ മന ശിവസങ്കല്പമസ്തു. അതുകൊണ്ട് എപ്പോഴും നല്ല സങ്കല്പമായിരിക്കട്ടെ. എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക. നന്നായി വരൂ എന്ന് ചിന്തിക്കുക, നല്ലതേ വരുള്ളൂ, അപകടമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിച്ച് ചിന്തിക്കുക. ഇതാണ് വേണ്ടത്. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. എപ്പോഴും ബ്രഹ്മവിചാരം ചെയ്യുക. ആധ്യാത്മിക വിഷയങ്ങൾ കേൾക്കുക, കാണുക, പറയുക നിരന്തരം. അങ്ങനെയാകുമ്പോൾ അതിൽ ശ്രദ്ധ വരും, താല്പര്യം വരും, അതെന്നെ ഉറയ്ക്കും, അതായി മാറും. മാറാനൊന്നുമില്ല, അതാണെന്ന് ബോധ്യവും. അതാണ് ഇവിടെ വേട്ടാളം പഠിപ്പിച്ച പാഠം. 25ാമത്തെ ഗുരു. അത് തീർന്നില്ലേ, ഒന്നുകൂടി പറഞ്ഞങ്ങോട്ട് നിർത്താം. ആദ്യം 24 ഗുരു എന്ന് പറഞ്ഞെങ്കിലും അവസാനം പറയാണ് ഈ ഗുരുനാഥന്മാർ തീരൊന്നുമില്ല എന്നാണ്. ഇനി 10 മിനിറ്റ് കൂടി ഇരുന്നാൽ പിന്നെയും കുറേ ഗുരുനാഥന്മാരെ കാണും. ഇങ്ങനെ ഓരോരുത്തരും പരിചയപ്പെട്ട ഓരോന്നും ഗുരുനാഥന്മാരല്ലേ, ഓരോ അനുഭവമല്ലേ. അതുകൊണ്ട് 25ാമത്തെ ഗുരു പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കാം എന്ന് പറയുകയാണ് അവധൂതൻ. 25ാമത്തെ ഗുരു ഈ ദേഹം തന്നെയാണ്. ദേഹോ ഗുരുർമമ വിരക്തി വിവേകഹേതുഹു. ഈ ദേഹമാണ് നമുക്കൊക്കെ ഏറ്റവും വലിയ വെല്ലുവിളി. ഏറ്റവും അപകടകാരി ആരാ ചോദിച്ചാൽ ഈ ദേഹത്തിനോടുള്ള മമത, ദേഹത്തിനോടുള്ള ഒരു താതാത്മ്യമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും സ്നേഹിക്കേണ്ട കാര്യമില്ല. ദേഹത്തിന് നമ്മളോട് വലിയ സ്നേഹമൊന്നും ഇങ്ങോട്ടില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ സ്നേഹിച്ചിട്ടെന്താ കാര്യം?
നമ്മളത് കുഴമ്പിട്ട് നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. രാവിലെ കഴിഞ്ഞാൽ നല്ലോണം കരുതും, ചൂടുവെള്ളത്തിൽ കുളിക്കുക, അത് കഴിഞ്ഞാൽ തലയിൽ തണുത്ത വെള്ളമാക്കുക, അത് കഴിഞ്ഞ് രാസ്നാദിപ്പൊടി തിരുമ്മുക, പിന്നെ ബലാ കുളിച്ച് അത് തേക്കുള്ളൂ. ഇങ്ങനെയൊക്കെ വളരെ കരുതി കഷായമൊക്കെ കുടിച്ച് ആഹാരമൊക്കെ വളരെ ശ്രദ്ധിച്ച് പൊടിയരി കഞ്ഞി ഓട്സൊക്കെ കഴിച്ച് ഇങ്ങനെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ലേശൊരു മര്യാദ ഇങ്ങോട്ട് ഉണ്ടോ? അത് കഴിഞ്ഞ് അങ്ങോട്ട് എണീക്കുമ്പോഴേക്കും മുട്ടുംകാല് പറയും ആയില്ല അവിടെ ഇരിക്കൂ. നമ്മൾ നീറ്റു ഇത് നീറ്റില്ല, അങ്ങനെ പണി മുടക്കണല്ലേ? എന്താ അങ്ങനെ? അതെന്തോ ഒരു സമ്പ്രദായമില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പോണ നേരത്തൊന്ന് പറയണ്ടേ, 2 ആഴ്ച മുന്നേ ഒരു നോട്ടീസ് വന്നാൽ നന്ന് അല്ലേ? ഇന്ന ദിവസം പോവും, ഇല്ലല്ലോ, ഒരു നോട്ടീസും തരാതെ വരും വിളിക്കും ഞാൻ പോകും വാതിൽ ചാരാതെ അക്ഷണം. വാതിൽ ചാരാതെ അങ്ങനെ പോവുക. അത് ചാരാൻ പോലും പറ്റണില്ലല്ലോ. അതാണ് എന്താ അങ്ങനെ? ഒരു ചെറിയൊരു നന്ദി വേണ്ടേ എന്ന് കരുതിയിട്ട് ശ്രദ്ധിക്കാണ്ടിരിക്കണ്ട, കുറച്ചൊക്കെ നോക്കിക്കോളൂ. പക്ഷേ ഇത് മനസ്സിലാക്കണം, ഇതിന് ഇങ്ങോട്ട് വലിയ നന്ദിയൊന്നുമില്ല, അതുകൊണ്ട് അതിനോട് വല്ലാണ്ട് അഭിമാനം വേണ്ട, സംഘം വേണ്ട. അതാണ് താല്പര്യം. ഇനി ഇതിനോട് മാത്രമല്ല, നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ടതിനോട്, ഇപ്പോൾ പുരുഷനാണെങ്കിൽ സ്ത്രീയോടൊരു ആവേശം തോന്നും, സ്ത്രീക്കാച്ചാൽ പുരുഷനോട്. ഇതൊക്കെ മനസ്സ് കൽപ്പിക്കണതാണ്. വാസ്തവത്തിൽ എന്താ ഇപ്പം വ്യത്യാസം? ഈ ഒരു പാക്കറ്റ്, ഈ ഒരു തൊലി അങ്ങോട്ട് പോക്കിയാൽ എല്ലാവരും ഒരുപോലെയാണ് അല്ലേ? എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും. പക്ഷേ ആ ഒരു പാക്കറ്റ് കാണുമ്പോൾ നമുക്കങ്ങനെ അതിനോടൊരു ഭ്രമം തോന്നുകയാണ്. ഉള്ളിലുള്ളത് എന്താ ചോദിച്ചാൽ പുറത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അതൊക്കെ തന്നെ ഉള്ളിലുള്ളത്. ഇതൊക്കെ കൂടുതൽ പറഞ്ഞാൽ ഇപ്പോൾ ആരും ചായ കുടിക്കില്ല. കൂടുതൽ പറഞ്ഞാൽ അതൊക്കെ കുഴപ്പം, നമുക്കത് ഇഷ്ടമാവില്ല. ഇത് പറയും തോന്നുന്നത് നമുക്കിങ്ങനെ മുഖം ചുളിയും നെറ്റി ചുളിയും ഇനിയാവും. ആരെപ്പറ്റി? നമ്മളെപ്പറ്റി പറയുക, അത് തന്നെ നമുക്ക് സഹിക്കുന്നില്ല. അപ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അതിനോടാണ് നമുക്കെന്ത് ഭ്രമം? എന്താ ഇപ്പം എത്ര ഭ്രമിക്കാൻ? എല്ല് നോക്കിയാൽ എത്ര ഉണ്ട്? കുറേ എല്ലെടുത്ത് എല്ലാം കൂടി നമുക്ക് വിറക് പോലെ കെട്ടി വെച്ചാൽ എത്ര ഉണ്ടാവും? നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അല്ലാണ്ട് ഒന്ന് കണ്ടു നോക്കൂ, എത്ര ബക്കറ്റ് ചോര ഉണ്ടാവും? 1/2 ബക്കറ്റ് എത്രയൊക്കെ ഉണ്ടാവും? ഞാൻ മാംസം എല്ലാം കൂടി ഒന്ന് വെട്ടി നേരെയൊക്കെ എടുത്ത് വെച്ച് നോക്കും, എത്ര ഉണ്ടാവും? അല്ല, വെറുതെ ചിന്തിച്ച് നോക്കൂ. ആ കുടൽ ഇതൊക്കെ എടുത്ത് പുറത്തങ്ങോട്ട് വെച്ച് നോക്കൂ. ഇതാണ് കഥ. ഇതിലുള്ള കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിലൊന്നും വലിയ കഥ ഇല്ല. പക്ഷെ എന്തു ചെയ്യാം, നമുക്കതിനോടൊക്കെ ഒരു ഭ്രമം തോന്നും. സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഭ്രമിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു ഭ്രമം കൊണ്ടാണ് സമയം കുറേ പോകുന്നത്. ഈശ്വരനെ ഭജിക്കാനും ആധ്യാത്മിക ശാസ്ത്രം പഠിക്കാനുള്ള സമയം ഈ ഒരു കാമം കൊണ്ട് പോകുമല്ലേ? എത്ര സമയമാണ് പോണത്? മനസ്സ് കലുഷമാവല്ലേ? എന്താ കാരണം? ഈ ഒരു വിഷയമാണ് ശരീരത്തിനോടുള്ള ഭ്രമം. ശരിക്കും നോക്കുകയാണെന്ന് വെച്ചാൽ ഏതന്മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം, നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാമാസക്തി വരുമ്പോഴൊക്കെ ഇത് ചിന്തിക്കണം. ഇത്രയേ ഉള്ളൂ കഥ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഏത് വലിയ സുന്ദരനായാലും സുന്ദരിയായാലും രാവിലെ ഒന്ന് പോയി കാണണം, നിർമ്മാല്യ ദർശനം. ആ കിടക്കപ്പായെന്ന് എണീറ്റ് വരുന്നത് കണ്ടാൽ നമ്മളിത് അറിയാണ്ട് ജപിക്കും, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ. ഇതൊക്കെ ഫിൽട്ടർ ചെയ്ത് വരുമ്പോഴാണ്. ഇതൊക്കെ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ട് പോയി നോക്കിയാൽ ഇത് മേക്കപ്പാണ്. ഒരു മഴ പെയ്താൽ കഴിഞ്ഞു കഥ. ഒരു വെയിലത്ത് നടക്കട്ടെ, അതൊന്ന് കാണിച്ചിട്ട് വെയിലത്ത് നടക്കട്ടെ. ഇത് 2-2.5 മണിക്കൂർ നേരം മേക്കപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഇങ്ങനെ ഇതൊന്നുമല്ല കഥ എന്നുള്ളത് മനസ്സിലാവും. ഇനി എത്ര സുന്ദരനും സുന്ദരിയായാലും ദൂരത്ത് നോക്കുമ്പോൾ ഒരു ആനച്ചന്ത ഉണ്ടെന്നല്ലാണ്ട് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ എന്താ കൊള്ളുക? തലമുടി തലയിലിരുന്നാൽ നന്ന്, അത് ഉപ്പുമാവിൽ വീണാലോ? അതുപോലെ ഏത് സുന്ദരിയുടെ ആണെങ്കിലും വയ്യ. പല്ല് മാത്രമായിട്ട് നോക്കിയാൽ ഭംഗിയുണ്ടോ? പല്ല് മാത്രം കൈ തോന്നു. നമ്മൾ നല്ല പല്ല് നല്ല മുടി എന്നൊക്കെ പറയും. ഇത് ഒറ്റയ്ക്ക് കിട്ടിയാൽ എന്താ കഥ? ഒരു ഭംഗിയില്ല. നല്ല മൂക്ക് മാത്രം അങ്ങനെ അയ്യയ്യേ. അപ്പോൾ അത് ഇങ്ങനെ ചിന്തിക്കൂ. നമ്മളിത് നല്ലത് മാത്രമാക്കി ഇങ്ങനെ ചിന്തിച്ചോണ്ടല്ലേ ബുദ്ധിമുട്ട്. ഇതൊക്കെ നമ്മുടെ ഒരു സങ്കല്പമല്ലേ? ഇനി സൗന്ദര്യ സങ്കല്പം തന്നെ വ്യത്യാസമല്ലേ? നമ്മുടെ നാട്ടിലെ സങ്കല്പം വേറെ നാട്ടിൽ പോയാൽ, ആഫ്രിക്കയിൽ പോയാൽ എങ്ങനെയാണ് സൗന്ദര്യ സങ്കല്പം? ഇംഗ്ലണ്ടിൽ പോയാൽ എങ്ങനെയാണ്? അത് വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഈ നിറം മതിയാവില്ല, അവർക്ക് വേറെയാവും. അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മളുടെ ഓരോ സങ്കല്പം. ഇതൊക്കെ മനസ്സ് കൽപ്പിക്കണതാണെന്ന് അറിയാൻ ഇതിലപ്പുറം എന്ത് ഉദാഹരണം ആവശ്യം? അതുകൊണ്ട് അതിനോടുള്ള ഭ്രമം അങ്ങോട്ട് ഒഴിവാക്കും. സമയം വെറുതെ കളയാതെ ആ നേരം എന്ത് ചെയ്യൂ? ഭജ ഗോവിന്ദം. ഗോവിന്ദനെ ഭജിക്കേണ്ട സമയമാണ് ഈ വക വിഷയങ്ങൾ ചിന്തിച്ച് പോണതെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ ചിന്തിക്കാൻ ശ്രമിക്കൂ. അതിനാണ് ഈ ജന്മം കിട്ടിയത്, ഭോഗത്തിനല്ല. ഭോഗത്തിനാണെങ്കിൽ മനുഷ്യനാവേണ്ട കാര്യമില്ലായിരുന്നു. കഴിക്കാനും കുടിക്കാനും കിടന്നുറങ്ങാനും ഇണചേരാനും ആണെങ്കിൽ മനുഷ്യനാവേണ്ട കാര്യമില്ലല്ലോ. പുഴുവായാൽ പോരെ, പോത്തായാൽ പോരെ, നായയാൽ പോരെ, എന്നോട് സൗകര്യമില്ലേ? മനുഷ്യനായത് എന്തിനാ? വിചാരം ചെയ്യാൻ, ഈശ്വര വിചാരം ചെയ്യാൻ. അതിനുള്ള തെളിവ് പറയാണ്. പണ്ട് ബ്രഹ്മാവില്ലേ
അനവധി സൃഷ്ടി ചെയ്തു. ആദ്യകാലത്ത് ബ്രഹ്മാവ് സൃഷ്ടുവാ പുരാണി വിവിധാനി അജയ ആത്മശക്തിയാ വൃക്ഷാൻ സരീസൃപ പശൂൻ ഖഗ ദംശ മത്സ്യാൻ. പക്ഷികളെ സൃഷ്ടിച്ചു, മൃഗങ്ങളെ സൃഷ്ടിച്ചു, ഏഴജന്തുക്കളെ സൃഷ്ടിച്ചു, ഇങ്ങനെ കുറേ സൃഷ്ടിച്ചു. എന്നിട്ടൊന്നും ബ്രഹ്മാവിനൊരു തൃപ്തി വരുന്നില്ല. അങ്ങോട്ട് വേണ്ട പോലെ തോന്നണില്ല. നമുക്കൊന്നും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട പോലെ തോന്നണ്ടേ, ഇതല്ല, ഇത് പോരാ, ശരിയായില്ല എന്നിങ്ങനെ തോന്നുക. അവസാനം അദ്ദേഹം ഭഗവാനെ സ്മരിച്ചു. ഇനിയുള്ളത് ഞാൻ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നന്നാവണേ ഭഗവാനെ, അങ്ങനെ അനുഗ്രഹം വേണം എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഭഗവാനെ ചിന്തിച്ചിട്ട് അങ്ങോട്ട് സൃഷ്ടിച്ചു. തൈസ്തൈരതുഷ്ടഹൃദയ പുരുഷം വിധായ. അങ്ങനെയാണ് ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ അങ്ങോട്ട് കണ്ട സമയത്ത് ആർക്ക് സമാധാനമായി? ബ്രഹ്മാവ് സന്തോഷമായി. ബ്രഹ്മാവലോകതിഷണം മുതമാപദേവ. മനുഷ്യനെ കണ്ടപ്പോൾ ബ്രഹ്മാവ് സന്തോഷം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഞാൻ ആരായി? കൃതാർത്ഥനായി. ഇങ്ങനെ ഒരാളെ ഇപ്പം നോക്കിയിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയായി മാറുന്ന ബ്രഹ്മാവ് വിചാരിച്ചു. അന്ന് ബ്രഹ്മാവ് സന്തോഷിക്കാൻ എന്താ കാരണം? ബ്രഹ്മത്തെ അവലോകനം ചെയ്യാനുള്ള കഴിവ് മറ്റു ജന്തുക്കൾക്കില്ല. ആർക്കുണ്ട്? ഈ മനുഷ്യനുണ്ട്. നിവർന്നിരിക്കാനുള്ള കഴിവ് മറ്റു ജന്തുക്കൾക്കില്ല, മനുഷ്യനുണ്ട്. ഇരിക്കണുണ്ടോ ഇല്ലയുള്ള വേറെ വിഷയം, പക്ഷെ ഇരിക്കാനുള്ള കഴിവുണ്ട്. ആത്മവിചാരം ചെയ്യാനുള്ള കഴിവ് മറ്റു ജന്തുക്കൾക്കില്ല, മനുഷ്യനുണ്ട്. പ്രപഞ്ചത്തിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിച്ച് പോകാനുള്ള കഴിവ് ആർക്കുണ്ട്? മനുഷ്യനുണ്ട്, മൃഗത്തിനില്ല. അതാണ് കാര്യം. ഭാഗവതം വായിക്കാനുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? അത് കേൾക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ. ഭാഗവതം എന്നുള്ളതല്ല, അതിപ്പം ഇവിടെ വിഷയം അതായതുകൊണ്ട് പറയണു. ആധ്യാത്മിക വിദ്യ ഒക്കെ പഠിക്കാനും മനനം ചെയ്യാനും വിചാരം ചെയ്യാനുള്ള കഴിവ് അത് മനുഷ്യനേ ഉള്ളൂ, മറ്റ് മൃഗങ്ങൾക്കില്ല. അതുകൊണ്ട് കൂടുതൽ നേരം മനുഷ്യൻ ചെയ്യേണ്ടത് ഇതാ. മറ്റത് വേണ്ട പറയണില്ല. മനുഷ്യനൊരു മൃഗമാണല്ലോ, കുറേശ്ശെ ആവാം, വല്ലാണ്ടേ വരുന്ന അർത്ഥം. അപ്പം കൂടുതൽ സമയം ആത്മവിചാരം, കുറഞ്ഞ സമയം വിഷയവിചാരം, കൂടുതൽ സമയം ആത്മവിചാരം. അപ്പം ഈ 2 ദിവസം പോലെ, ഈ 2 ദിവസം നമ്മൾ കൂടുതൽ സമയം എന്താ ചെയ്തത്? പരദൂഷണോ? കൂടുതൽ സമയം ആത്മവിചാരം, കുറഞ്ഞ സമയമൊക്കെ ലേശം 2 കൂറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ല പറയണില്ല. പക്ഷെ എന്നാലും കൂടുതൽ സമയം. അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തി നമുക്കുണ്ടാവും. ഉറങ്ങുമ്പോഴും സുഖമായിട്ട് ഉറങ്ങാം. ഇവിടുന്ന് ഉറങ്ങിയാൽ നടക്കില്ല. ഇവിടുന്ന് നല്ലോണം ഉറങ്ങി വീട്ടിൽ പോയി ഉണർന്നും കഴിക്കും. എന്നിട്ട് പരാതി പറയും, എന്താ ഉറക്കം തീരമില്ലാത്തത്? അത് ഇവിടെ വന്ന് ഉറങ്ങിയിട്ടാ. പകലൊക്കെ ഇവിടെ ഉറങ്ങിയാൽ പിന്നെ രാത്രി ഉറക്കം കിട്ടും. ഇപ്പം അങ്ങനെ ഉണർന്നിരുന്നാൽ രാത്രി സുഖമായിട്ട് കിടക്കണതേ അറിയുള്ളൂ. അങ്ങോട്ട് ഉറങ്ങാം സമാധാനമായിട്ട്, ക്ലീനായി, ഒന്നുമില്ല, ഒരു പശ്ചാത്താപവുമില്ല, ഒരു പ്രയാസവുമില്ല, പ്രശ്നവുമില്ല. ദിവസം അങ്ങനെ ഉന്മേഷത്തോടു കൂടി എണീക്കുക. എന്ത് നല്ല ജീവിതം! ഇത്ര നല്ല ജീവിതം ഉണ്ടായിട്ട് ഇത് വിട്ട് വേറെ വഴിക്ക് നടക്കണത് എന്തിനാ? അതാണ് ഇവിടെ ചോദിക്കുന്നത്. അതാണ് മനുഷ്യൻ്റെ വലിയൊരു കഴിവ്. അതുകൊണ്ട് ഇങ്ങനൊരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ലബ്ധ്വ സുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യം അർത്ഥതം അനിത്യം അബീഹ ധീര. ഇങ്ങനൊരു ജന്മം കിട്ടിയിട്ടേ ഇത് നശിപ്പിച്ച് കളയരുതേ. ഇതെന്നാ നഷ്ടപ്പെടാൻ ഇഷ്ടമില്ല, നാളെ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? അതുകൊണ്ട് ഉള്ള സമയം വേണ്ടതുപോലെ ഉപയോഗിച്ചോളൂ. അതുകൊണ്ട് അതിന് ശ്രമിക്കുക. വേണ്ടത് ഇതൊരു ഉപകരണമാണെന്ന് മനസ്സിലാക്കുക. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. കാളിദാസൻ പറയും, ഈ ശരീരം എന്താണ്? ധർമ്മം അനുഷ്ഠിക്കാനുള്ളൊരു ഉപകരണമാണ്. ഞാൻ ശരീരമല്ല, ഇതൊരു ഉപകരണം, എൻ്റെ ഒരു ഉപകരണം. അതുകൊണ്ട് നല്ലത് ചെയ്യുക, നല്ല വാക്ക് പറയുക, നല്ലത് പ്രവർത്തിക്കുക, കഴിയുന്നത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തും കൊണ്ട് ശാന്തനായിട്ട് അങ്ങനെ കഴിയുക. ഈശ്വര വിചാരം ചെയ്യാനുള്ള നല്ലൊരു ഉപകരണമാണ് ഈ ശരീരം എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ആര് പറഞ്ഞു കൊടുത്തു? ആ യദു രാജാവിന് അവധൂതൻ പറഞ്ഞു കൊടുത്തു. യദുരാജാവിൻ്റെ ഉള്ളിലുള്ള മോഹം, അജ്ഞാനം നീങ്ങി അവധൂതനെ പോലെ ജ്ഞാനിയായിട്ട് മാറി. ആര്? യദുരാജാവ്. ഉദ്ധവ, തനിക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ സാരം? മനസ്സിലായി. അത് കഴിഞ്ഞ് ഭഗവാൻ പറയാണ്, ഉദ്ധവ, ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചിട്ടേ, ഈ ഗുരുനാഥന്മാരുടെ കഥയൊക്കെ കേട്ടില്ലേ? മയോദിതേഷു അവഹിത. ഞാനീ പറഞ്ഞതൊക്കെ നല്ലോണം അങ്ങ് ശ്രദ്ധിക്കുക. സ്വധർമ്മേഷു മതാശ്രയ. അങ്ങയുടെ ധർമ്മമൊക്കെ വൃത്തിയിൽ അനുഷ്ഠിക്കുക. വർണ്ണാശ്രമ കുലാചാരം അകാമാത്മാ സമാചരേത്. ധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. അകാമാത്മാ, ഫലം ആഗ്രഹിച്ചും കൊണ്ടാവരുത്. ഒട്ടാണ്ട കർമ്മം ചെയ്യാൻ അങ്ങ് ശീലിക്കണം. ഞാനീ പറഞ്ഞത് കേട്ടിട്ട് അങ്ങ് തോന്നിയതുപോലെ ധരിക്കരുത്. ഓരോ ഗുരുനാഥന്മാരിൽ നിന്നും വേണ്ടതേ പഠിക്കാവൂ. എന്താവണം, എന്താവരുത്, രണ്ടും ശ്രദ്ധിക്കാൻ ഉള്ള ആ മനസ്സില്ലെങ്കിൽ തിരിച്ച് പഠിച്ചു എന്ന് വരും. അങ്ങനെ ഉണ്ട്. ചിലത് അങ്ങനെ കുഴപ്പമുണ്ട്. ചില ഗുരുനാഥന്മാർക്ക് ദുശ്ശീലം ഉണ്ടെങ്കിൽ ശിഷ്യനത് പഠിച്ചു. എന്നെ പഠിപ്പിച്ച മാഷ് നല്ല, അയാളോടുള്ള ആരാധന കൊണ്ട് ഞാനെന്ത് ചെയ്യണം? അയാൾ പഠിപ്പിച്ചോ ഒന്നും ഇഷ്ടമില്ല, വേറെ പക്ഷേ ഇത് പഠിച്ചു. അങ്ങനെ ആവരുന്ന അർത്ഥമാണ്. അതാണ് പ്രത്യേകം ഗുരുനാഥന്മാർ പറയും. പണ്ട് കാലത്തൊക്കെ ഈ ഉപനിഷത്തിൽ കാണാം, തൈത്തിരീയ ഉപനിഷത്തിലൊക്കെ ശിഷ്യന് ഉപദേശം കഴിഞ്ഞ് ശിഷ്യൻ പോകുന്ന സമയത്ത് ഗുരുനാഥൻ്റെ അവസാനത്തെ ഒരു ഉപദേശമാണ് മാതൃദേവോ ഭവ. അതൊക്കെ അവിടെ വരിക. പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ ഒക്കെ പറയും. അവിടെ പറയും, യാനി അസ്മാകം സുചരിതാനി താനി സേവിതവ്യാനി. ഞങ്ങളുടെ നല്ല ശീലങ്ങളൊക്കെ നീ സേവിക്കുക, നീ അത് അനുകരിച്ചോളൂ. നോ ഇതരാണി, ഞങ്ങൾക്ക് ദുശ്ശീലമൊക്കെ ഉണ്ടാവും, അത് നീ
ഒരു വ്യക്തിയും പൂർണ്ണനല്ല. എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം ആർക്കുണ്ടാവും. വല്ലാണ്ട് പരിശോധിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. വല്ലാണ്ട് നമ്മൾ ഇങ്ങനെ കണ്ടാൽ മതി. വല്ലാണ്ടങ്ങനെ ചൂഴ്ന്ന് നോക്കിയാൽ എല്ലാവർക്കും എന്തെങ്കിലും കുറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആധ്യാത്മികമായ പുരോഗതിക്ക് ഗുണകരമായ കാര്യങ്ങളൊക്കെയാണ് ലോകത്തിൽ നിന്ന് പഠിക്കേണ്ടത്. അങ്ങനെയല്ലേ ഈ അവധൂതം പഠിച്ചത്. നമ്മളും ഭൂമി കണ്ടിട്ടുണ്ട്, വായു കണ്ടിട്ടുണ്ട്, നമ്മൾ വല്ലതും പഠിച്ചു. പാമ്പിനെ നമ്മളെത്ര പാമ്പിനെ കണ്ടു, നമ്മൾ മട്ടലെടുക്കുക എന്നല്ലാതെ. അതാ പറഞ്ഞ. അപ്പോൾ ഓരോന്ന് അദ്ദേഹം പഠിച്ച പാട് നോക്ക്. പാമ്പിനെ കണ്ടപ്പം വീടിനോടുള്ള ഭ്രമം ഒഴിവാക്കണം, നെട്ടുകാലിയെ കണ്ടപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഇങ്ങനെ പഠിച്ചില്ലേ. ഈ ഒരു മനസ്സാണ് വേണ്ടത്. അഥവാ അതാണ് താൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഈ ഒരു മനസ്സോടുകൂടി ലോകത്ത് സഞ്ചരിക്കൂ. സർവ്വ ആരംഭ വിപര്യം. ഇവിടെ എന്ത് കർമ്മം ചെയ്താലും അതിന് ഒരിക്കലും ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. മനസ്സിലാക്കുക. കർമ്മം കൊണ്ട് ഈശ്വരനെ കിട്ടില്ല. കർമ്മം കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റൂ. അങ്ങനെ കർമ്മം കൊണ്ട് ഈശ്വരനെ കിട്ടില്ല. അതാണ് സത്യം. കർമ്മം ജഡമാണ്. ജഡമായ ഒരു കർമ്മം കൊണ്ട് ചൈതന്യത്തെ കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അപ്പോൾ കർമ്മം ചെയ്യാൻ പറയണതോ അത് വിഷയവാസന നീങ്ങാൻ, ഉള്ളിലുള്ള വാസന ഉണ്ടല്ലോ നമുക്ക്, ഈ ത്വര ഉണ്ടല്ലോ, അത് നീങ്ങാനാണ് കർമ്മം ചെയ്യാൻ പറയണത്. സൽക്കർമ്മം ചെയ്യുമ്പം ഈ കർമ്മം ചെയ്യാനുള്ളൊരു ത്വര നമുക്കുള്ളത് കൊണ്ട് ആ ത്വര നീങ്ങാൻ വേണ്ടിയിട്ടാണ് വിഷയാസക്തി ഇല്ലാതെ നിഷ്കാമനായിട്ട് കർമ്മം ചെയ്യുമെന്ന് പറയുകയാണ്. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ എന്ത് പറ്റും വെച്ചാൽ അഹങ്കാരത്തിൻ്റെ മോനെ അങ്ങോട്ട് ഒടിയും. കർമ്മം കൊണ്ട് കിട്ടില്ല. പണ്ട് സിദ്ധാർത്ഥൻ സന്യസിച്ചല്ലോ, ബുദ്ധനായി. കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ച് വഴിക്ക് പോകുമ്പോൾ ആരെ കണ്ടു? ഭാര്യയെ കണ്ടു. അപ്പോൾ ഭാര്യ ബുദ്ധനോട് ചോദിച്ചു, അതിന് കഥ ഉണ്ട്. അങ്ങപ്പം ഈ ഭാര്യയും മക്കളെയൊക്കെ വിട്ടുപോയിട്ട് എന്ത് നേടി? എന്താണ് വലിയ കൊട്ടാരം സൗകര്യമൊക്കെ വിട്ടുപോയിട്ടേ അങ്ങക്ക് എന്താ കിട്ടിയത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, സമാധാനമായിട്ടിരിക്കുന്നു. അല്ല, അങ്ങക്ക് ഇപ്പം തോന്നുന്നുണ്ടോ ഭാര്യയും മക്കളെയൊക്കെ വിട്ടുപോയാൽ മാത്രമേ സമാധാനമായിട്ടിരിക്കാനും പറ്റൂ തോന്നുന്നുണ്ടോ? ഇല്ല, ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിലും സമാധാനമായിട്ടിരിക്കാൻ പറ്റും. പിന്നെന്തിനാ അങ്ങ് അത് വിട്ടുപോയി? അത് വിട്ടുപോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭാര്യ മക്കളുള്ളപ്പോഴും അതിനു വേണ്ടി വിട്ടുപോയി. അത്രയും. ഇത് ഉള്ളപ്പോഴും സമാധാനമായിട്ടിരിക്കാൻ പറ്റും എന്ന് അറിയണമെങ്കിൽ ഇത് വിടണം, എന്നാലേ അറിയുള്ളൂ. കർമ്മം അത് തന്നെ ബാധിക്കും. നിഷ്കാമമായിട്ട് കർമ്മം തന്നെയാണ് ചെയ്യണത്. ആ നിഷ്കാമമായി കർമ്മം ചെയ്യുമ്പോൾ മനസ്സിലാവും കർമ്മം കൊണ്ട് കിട്ടില്ല എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രഭാഷണം കേട്ടാൽ മതിയോ? ഇല്ല, കർമ്മം ചെയ്ത് നോക്കണം. അങ്ങനെ ഉറപ്പ് വരട്ടെ. കർമ്മം കൊണ്ട് കിട്ടില്ല എന്ന് അറിയണമെങ്കിൽ കർമ്മം ചെയ്യണം. അപ്പം കർമ്മം ചെയ്ത് പല പല അഴുക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. ആ അഴുക്ക് നീങ്ങാൻ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്താൽ അഹന്ത പോകുമ്പോൾ അവിടെ അവശേഷിക്കുന്നത് ഈശ്വരനാണ്. കിട്ടേണ്ട വിഷയമല്ല. ആദ്യം പറഞ്ഞിട്ടുണ്ട്, കിട്ടിയാൽ നഷ്ടപ്പെടും. കർമ്മം കൊണ്ട് കിട്ടിയാൽ കിട്ടണതൊക്കെ നഷ്ടപ്പെടും. കർമ്മം കൊണ്ട് നേടിയാൽ അത് പോവും. അതുകൊണ്ട് നേടണ വിഷയമല്ല, ഉള്ളതാണ്. അപ്പം കർമ്മം ചെയ്തതാണ് തടസ്സം. ആ തടസ്സം നീങ്ങാൻ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുന്നു. അതല്ലെങ്കിൽ ലോകത്ത് ശ്രദ്ധിച്ചു നോക്കൂ, സർവാരംഭ വിപര്യം. ഇവിടെ പലരെയും കഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. വലിയ വലിയ ബുദ്ധിയുള്ളവർക്കൊന്നും സമാധാനം ഉണ്ടെന്ന് പറയാൻ വയ്യ. പലരും ദുഃഖിക്കുന്നത് കാണാറില്ലേ? ബുദ്ധിയില്ലാത്തവർ സന്തോഷിക്കണമെന്ന് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കർമ്മം ചെയ്തിട്ട് സുഖിക്കാൻ പറ്റുമെങ്കിൽ ബുദ്ധിയുള്ളവരൊക്കെ എന്ത് ചെയ്യണം? സുഖിക്കുന്നതായിട്ടല്ലേ കാണേണ്ടത്. എന്ന് അങ്ങനെ കാണുന്നുണ്ടോ? ഇനി ധർമ്മം കൊണ്ട് സുഖമാവെന്ന് പറയാൻ പറ്റില്ല. ധർമ്മം അനുഷ്ഠിച്ചിട്ട് ദുഃഖിക്കുന്നവരെ കാണില്ലേ? രാമൻ്റെ കഥ നോക്കി എന്താ കഥ? ധർമ്മം തന്നെയാണ്, പാവം, ദുഃഖിക്കാനേ നേരണ്ടായിരുന്നു. അതുകൊണ്ട് ധർമ്മം അനുഷ്ഠിക്കേണ്ടതാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അതൊന്നല്ല അവിടെ വിഷയം എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ നിവൃത്തം കർമ്മ സേവേത. പുറമെയുള്ള ആളുകൾ എന്ത് വിചാരിക്കുന്നു, അത് വിജയമാണോ പരാജയമാണോ എന്ന് അവരെന്തോ പറയട്ടെ. രാമൻ പരാജയമാണെന്ന് പുറമുള്ളവർ പറഞ്ഞേക്കാം. രാമനോട് ചോദിച്ചു നോക്കൂ, ഞാൻ കൃതാർത്ഥന. എന്താണ് സംഗതി? ഭാര്യയൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നാലും ഞാൻ കൃതാർത്ഥന. കുറച്ച് പേര് എന്നെ പറ്റി ചിത്തപ്പേരൊക്കെ പറയുന്നുണ്ട്, എന്നാലും ഞാൻ അത്രയേ ഉള്ളൂ. താൻ കൃതാർത്ഥനാണ്. ഉള്ളിൽ ഉറപ്പുണ്ടെന്ന് താൻ ചെയ്തത് ശരി. അതാണ് വേണ്ടത്. നിവൃത്തം കർമ്മസേവേത. അതുകൊണ്ട് കർമ്മമൊക്കെ നിവൃത്തമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതുതായിട്ടൊന്നും തുടങ്ങാണ്ടിരിക്കുക, ഉള്ളത് അങ്ങോട്ട് മുഴുമിപ്പിക്കുക. എന്താണ് പുതുതായിട്ട് ഞാൻ ഇനി ഒന്നും ആരംഭിച്ചാൽ ബുദ്ധിമുട്ടായി, നല്ല പ്രയാസമാണ്. അത് നിലനിർത്തി കൊണ്ടുപോവുക. അതിനോട് സപ്പോർട്ട് ചെയ്യുന്നവരോട് സ്നേഹം, അതിനെ എതിർക്കുന്നവരോ ശത്രുക്കളായി മാറി ബുദ്ധിമുട്ടായില്ലേ? ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടാവും. നടത്തിക്കൊണ്ടുപോലെ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യില്ല, പുതുതായിട്ടൊരു കർമ്മവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഉള്ളത് അങ്ങോട്ട് എവിടെയും കൊണ്ടുപോയിട്ട് അങ്ങോട്ട് നിർത്തുക. നിവൃത്തം, അതാണ് പ്രവൃത്തി മാർഗം, നിവൃത്തി മാർഗം എന്ന് പറയുന്നു. പ്രവൃത്തി മാർഗ്ഗമാണ് ദശമസ്കന്ധമൊക്കെ. മുക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകാദശം നിവൃത്തി മാർഗ്ഗമാണ്. കർമ്മം ചെയ്താൽ മാത്രം പോരാ, കുറച്ച് കഴിഞ്ഞാൽ നിർത്താനും പഠിക്കണം. അത് നമുക്കില്ല എന്നുള്ളതാണ് കുഴപ്പം. അതാണ് ദുഃഖത്തിന് കാരണം. കർമ്മം ചെയ്ത് ശീലിച്ചിപ്പം കർമ്മം ചെയ്യാണ്ടിരിക്കാൻ വയ്യ, വെറുതെ ഇരിക്കാൻ വയ്യ. പറ്റുമോ വെറുതെ ഇരിക്കാൻ? അങ്ങനെ എന്തെങ്കിലും ഒരു പണി തരണം. വെറുതെ ഇരുന്നാൽ വയ്യ. അങ്ങനെ പറ്റുമോ? വെറുതെ ഇരിക്കാൻ വയ്ക്കും. നമ്മൾ വെറുതെ ഇരിക്കാൻ വയ്ക്കുമെന്ന് പറയട്ടോ. നാളെ ഞാൻ അങ്ങോട്ട് വെറുതെ ഇരിക്കാമെന്ന് പറയും.
വെറുതെ ഇരിക്കാൻ നമ്മൾ പറഞ്ഞ അർത്ഥം എന്താ? മൊബൈൽ നോക്കുന്ന. വെറുതെ ഇരിക്കണമൊന്നുമില്ല. ഒന്നും ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതാ വേണ്ടത്. ഒന്നും ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം പറയണം നല്ല ചിന്തിക്കാൻ, ഇല്ലെങ്കിൽ മോശം ചിന്തിക്കും. ഒന്നും ചിന്തിക്കാണ്ടിരുന്ന ആര് വരും? വെറുതെ ഇരിക്കുന്നവൻ്റെ മനസ്സ് ചെകുത്താൻ്റെ പണിശാലിയാന്നാണ് പറയുക. പിന്നെ ആര് വരും? പിന്നെ ചെകുത്താൻ പണി മുടങ്ങുകയും. അതുകൊണ്ട് പിന്നെ ഭാഗവതം കേട്ടോളൂ. ഭാഗവതം കേട്ട് 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 കുറച്ച് കഴിഞ്ഞാൽ ഭാഗവതം ഇല്ലെങ്കിലും പ്രശ്നമില്ല. ആ മനസ്സങ്ങോട്ട് പോയി. മനസ്സിൽ നിൽക്കുമ്പോഴേ കുഴപ്പമുള്ളൂ. മനസ്സന്നെ അങ്ങോട്ട് പോയവന് പേടിക്കാനുണ്ടോ? പിന്നെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, പിന്നെ പേടിക്കാനില്ല. മനസ്സുള്ളിടത്തോളം കാലം പേടിക്കണം. എന്താണ്? മനസ്സുള്ളിടത്തോളം കാലം അത് എപ്പം വേണമെങ്കിലും അപകടമാവാം. അതുകൊണ്ട് അഴുക്കുള്ള വെള്ളമാണെങ്കിൽ അതെടുത്ത് കമഴ്ത്താൻ വയ്യെങ്കിൽ എന്ത് ചെയ്യുക? തുടരെ തുടരെ അതിലേക്ക് ശുദ്ധജലം ഒഴുക്കിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത്. നമുക്ക് മനസ്സെടുത്ത് കമഴ്ത്താൻ പറ്റും. ഉരുളൊക്കെ കമഴ്ത്തുന്നത് പോലെ തേച്ചു മോറിങ്ങോട്ട് കമഴ്ത്താൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ശുദ്ധജലം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞാൽ എന്തായി മാറും? കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കൂ, അതിലെന്ത് കാണില്ല? അഴുക്ക് പോയി. തുടരെ തുടരെ നല്ല ജലം മാത്രം അങ്ങനെ ഒഴുക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ പേടിക്കാനില്ല. അതുകൊണ്ട് ചെയ്യണ കർമ്മമൊക്കെ നിവൃത്തമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കർമ്മം എന്തായാലും വിരോധമില്ല. അതെങ്ങനെയാവണം? ഇത് ഞാൻ ചെയ്യണത് മമതയോടുകൂടിയല്ല, അത്രയേ ഉള്ളൂ. അതാർത്ഥം. അല്ലാതെ കർമ്മം ചെയ്യാണ്ടിരിക്കണമെന്നല്ല. കർമ്മം ചെയ്യുന്നു, പഴയ കർമ്മം തന്നെയാവും ചെയ്യുന്നത്. എത്രയോ മഹാത്മാക്കളുടെ കഥ ഉണ്ടാകും. നിസർഗദത്ത മഹാരാജ്, വലിയ കേമന, ഗുരുനാഥൻ്റെ ഉപദേശം കേട്ട് അദ്ദേഹം ജീവൻമുക്തനായിട്ട് മാറി. അദ്ദേഹത്തിന് ബീഡി തിരക്കലായിരുന്നു പണി. അത് പിന്നെ കുറച്ചു കാലം അദ്ദേഹം സിദ്ധനായി, അങ്ങനെ ഒന്നുമില്ല, ജീവൻമുക്തനായിട്ട് അങ്ങനെ കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തോന്നി ഇങ്ങനെ ഇരിക്കണം എന്തിനാ, എന്തായാലും ശരീരം പടണ്ടല്ലോ, എന്ത് ചെയ്യാം, ബീഡി തിരയ്ക്കാം. അദ്ദേഹം അവിടെ ബീഡി തിരച്ചും കൊണ്ട് തന്നെ ഇരുന്നു. പല മഹാത്മാക്കൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംശയമായിട്ട് വരും. അദ്ദേഹം അവർക്ക് ഉപദേശം കൊടുക്കും. അദ്ദേഹത്തിൻ്റെ വലിയൊരു പുസ്തകമുണ്ട്, ഐ ആം ദാറ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഞാൻ അതാകുന്നു. ഗംഭീര പുസ്തകമാണ്. പലരും വന്ന് സംശയം ചോദിക്കും, ഉത്തരം പറയും. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പം എന്താ കുഴപ്പം? ധർമ്മവ്യാധൻ്റെ കഥ പറയണല്ലേ. ചെയ്യണ കർമ്മം അത് നിവൃത്തിപരമായിട്ട് ചെയ്താൽ മതി. താൻ ചെയ്യണത് ഫലത്തിന് വേണ്ടിയല്ല. ഫലത്തിന് വേണ്ടി അല്ലാണ്ട് ചെയ്യാറില്ല. എത്ര പേര് നമുക്ക് തന്നെ പരിചയമുണ്ട്. പലരും പുട്ടപ്പുറത്തി ബാബയുടെ അടുത്ത് പോയിട്ട്, ഇവിടെ ലക്ഷക്കണക്കിന് ഉറുപ്പിക ശമ്പളം വാങ്ങുന്ന ആളാണ്. അവിടെ പോയിട്ട് ഒരു ശമ്പളവും ഇല്ലാണ്ട് 2 മാസം പണിയെടുക്കുക. അതും പണി എന്താ? ബാത്റൂം വൃത്തിയാക്കുകയാണ്. എന്താണ്? ഇവിടെ പണിക്കാരെ വെച്ചിട്ടുണ്ട് 4 ആളെ, തൻ്റെ ഓഫീസ് വൃത്തിയാക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടണമെന്ന് ചോദിച്ചാൽ അത് അവർക്കേ അറിയുള്ളൂ. നിവൃത്തം കർമ്മസേവേദ അതാണ്. ഇവിടെ പ്രവൃത്തിയാണെങ്കിൽ അവിടെ നിവൃത്തി. താനീ ചെയ്യണത് അതാണ് വ്യത്യാസം. ഇപ്പോൾ കർമ്മം എന്തെന്നുള്ളതല്ല ചോദ്യം. മക്കളെ നോക്കലാവട്ടെ, ഭാര്യ നോക്കലാവട്ടെ, ഇനി ഒന്നും പക്ഷേ യുദ്ധം ചെയ്യലായാലും സാരമില്ല, അത് നിവൃത്തമാക്കി ചെയ്യൂ എന്നാണ്. അതാണ് ഇത്. ആസക്തി ഉണ്ടാക്കരുത്, ആ പാകത്തിന് കർമ്മം ചെയ്യുക. അതാണ് ഉദ്ധവ വേണ്ടത്. അതിനെന്ത് വേണം? ഗുരും ശാന്തമുപാസീത തഥാത്മകം മതാത്മകം. അതുകൊണ്ട് നല്ലൊരു ഗുരുനാഥനെ ആശ്രയിക്കുക. അവൻ ആവണം. ശിഷ്യനെന്താ ഗുണങ്ങൾ? അമാനി അമത്സരഃ ദക്ഷഃ നിർമ്മമഃ ദൃഢസൗഹൃദഃ. ശിഷ്യലക്ഷണമാണ് പിന്നെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. പക്ഷെ കുറേ അധികം കേൾക്കുമ്പോൾ നമുക്ക് ശ്രദ്ധ കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് അധികം വിസ്തരിക്കാൻ മടിക്കുന്നത്. കൃപാലു, കൃപ ഉണ്ടാവണം. ദക്ഷഃ, സമർത്ഥനായിരിക്കണം. നിർമ്മമഃ, നിർമ്മമൻ ആവണം. മമത ഉണ്ടാവരുത്, മത്സരബുദ്ധി ഉണ്ടാവരുത്. മറ്റവനേക്കാൾ മുന്നിൽ ഞാൻ. ശിഷ്യന്മാർ തമ്മിൽ മത്സരം. ഗുരുനാഥന് പ്രിയം എന്നോടാണ്, മറ്റാൾ അല്ല എന്നോടാണ്. അങ്ങനെ കഥയൊക്കെ അല്ലേ. 2 കാലും കൂടി എൻ്റെ കാലാന്ന് പറഞ്ഞു ശിഷ്യൻ, മറ്റേ ശിഷ്യൻ എൻ്റെ കാലാ പറഞ്ഞു. തമ്മിലടിച്ച് രണ്ടാളും അടിച്ചു. എൻ്റെ കാലാ പറഞ്ഞിട്ട് പോയതാർക്കാ? ഗുരുനാഥനാണ് പോയത്. തൻ്റെ കാല രണ്ടാളും പൊട്ടിക്കണതേ. ഇതേപോലെ ആവരുതെന്ന് അർത്ഥമാണ്. അതുകൊണ്ട് മത്സരമില്ല. ഗുരുനാഥൻ്റെ മുന്നിൽ വിനയത്തോടു കൂടി നിൽക്കണു. അങ്ങനെ സേവിച്ചാൽ ഈ ഒരു സത്യം തെളിഞ്ഞു വരും. അതാണ് മുഖ്യം. സർവേഷ്വർത്ഥവിമാത്മനഃ സർവേഷ്വർത്ഥം ഇവാത്മനഃ വിലക്ഷണഃ സ്ഥൂല സൂക്ഷ്മാ ദേഹാദാത്മേക്ഷിതാ സ്വദൃക് യഥാ നിർദാരുണോ ദാഹ്യാ ദാഹകോന്യപ്രകാശകഃ. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ ഒരു പരിചര്യ കൊണ്ട് ഗുരുനാഥൻ്റെ കൂടെ തന്നെ സഞ്ചരിച്ച് അദ്ദേഹത്തോട് താൻ ചോദിക്കാൻ പറ്റിയ സംശയങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ടാവും. അവരോട് മറുപടി പറയുമ്പോൾ അത് വ്യക്തമായിട്ട് കിട്ടും. ഒപ്പം സഞ്ചരിക്കുമ്പോഴേ പിന്നെ തനിക്കായിട്ട് സംശയം ഉണ്ട്, അതും ചോദിക്കാം. വിനയത്തോടു കൂടി ചോദിക്കുക. അപ്പം അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പം മനസ്സിലാവും ആത്മാവ് സ്വദൃക്, മറ്റുള്ളവനും തന്നെയും കാണുന്നവനാണ് ആത്മാവ്. സാക്ഷിയാണ്. ആത്മാവ് ഒന്നും ചെയ്യണില്ല, സാക്ഷിയായിട്ടിരിക്കുക. സ്റ്റേജ് ലൈറ്റ് പോലെ. ഇതാണ് സ്റ്റേജ് ലൈറ്റ് കണ്ടില്ലേ? അതവിടെ അങ്ങനെ നിൽക്കണു. ആരൊക്കെ വന്ന് കളിക്കുന്നുണ്ട്, അതൊന്നും ആരെ ബാധിക്കുന്നില്ല, ആ വിളക്കിനെ ബാധിക്കുന്നില്ല. ശ്രുതി പോലെ രാഗം മാറുന്നുണ്ട്, താളം മാറുന്നുണ്ട്, പാട്ട് മാറുന്നുണ്ട്, പക്ഷെ എന്ത് മാറണില്ല? അതുകൊണ്ട് അതിന് ശ്രുതി എന്ന് പേര് വന്നത്. ശ്രുതി പറഞ്ഞാൽ വേദം എന്നർത്ഥം. അത് മാറില്ല.
ശ്രുതി പറഞ്ഞ ഈശ്വരൻ എന്നർത്ഥം, അത് മാറില്ല. അടിസ്ഥാനത്തിനൊരു മാറ്റമില്ല. മാറുന്നത് പലതും, പക്ഷെ മാറാണ്ട് ആരുണ്ട്? ഈ ആത്മാവ് മാറാതെ നിൽക്കും. ദേഹം മാറും, മനസ്സ് മാറും, പക്ഷെ ആരും മാറില്ല. ആത്മാവിനൊരു മാറ്റം. ഞാനിന് മാറ്റമുണ്ടോ? കുട്ടിയാകുമ്പോഴും ഞാൻ എന്നല്ലേ പറഞ്ഞത്? ഷഷ്ടിപൂർത്തിയായപ്പോഴും എന്താ പറഞ്ഞത്? എൻ്റെ ഞാൻ അല്ലേ? അങ്ങനെ തന്നെ പറയുള്ളൂ. ഇനിയിപ്പോൾ 84 ഞാൻ തന്നെയാണ് പറയുക. അവിടെ വയസ്സ് കൂട്ടി പറയുന്നില്ല. 80 വയസ്സായി ഞാൻ, അങ്ങനെയൊന്നും പറയില്ല. ഞാൻ ശരീരം നോക്കിയിട്ടല്ല എന്നർത്ഥം. അതാണ് മനസ്സിലാക്കേണ്ടത്. ആചാര്യോരണിരാദ്യസ്യാത് അന്തേവാസി ഉത്തരാരണി തത്സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ. ഉദ്ധവ, ആചാര്യനാകുന്ന അരണി, ഒരു യജ്ഞത്തിലൊക്കെ യാഗത്തിൽ തീയുണ്ടാക്കുക അരണിക്കോല് കടഞ്ഞിട്ടാണ്. 2 കോല് തമ്മിലങ്ങോട്ട് കടഞ്ഞിട്ടാണ് തീയുണ്ടാക്കുക. അപ്പോൾ ആ പരിചയം വെച്ചിട്ട് പറയുകയാണ്. ഉപനിഷത്തിൽ അതേ സൂക്തം തന്നെ. ആചാര്യൻ എന്ന അരണി, ശിഷ്യൻ എന്ന വേറെ അരണി, 2 അരണിക്കോല് കടയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അഗ്നി ഉണ്ടാവുക. ഇങ്ങനെ ആചാര്യൻ്റെ ഉപദേശം, ശിഷ്യൻ്റെ വിനയം. ഈ ഉപദേശം മനനം ചെയ്യുക ശിഷ്യൻ. ആചാര്യൻ ഉപദേശിക്കും, ശിഷ്യന് മനനം ചെയ്യും. ഇങ്ങനെ രണ്ടും തമ്മിൽ അങ്ങനെ ചേർത്ത് ഉരയ്ക്കുന്ന സമയത്ത് എന്തുണ്ടാവും? ജ്ഞാനമാകുന്ന അഗ്നി ജ്വലിക്കും. അഗ്നി ജ്വലിക്കണവരെന്ത് ചെയ്യണം? കടഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം ജ്ഞാനം ആർജിക്കണത് വരെ, അല്ലെങ്കിൽ അജ്ഞാനം നീങ്ങണത് വരെ ഈ വക കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം എന്നർത്ഥം. കടയൽ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യലാണ്. ഇത് അറിയാൻ വേണ്ടി ശ്രമിക്കലാണ്. ഉണർന്നിരുന്ന് ഇങ്ങനെ കേൾക്കുക, കേട്ടതൊന്നും കൂടി ഉറപ്പിക്കുക, അതിനെയാണ് മനനം എന്ന് പറയുക. അത് ചെയ്തുകൊണ്ടിരിക്കണം. എത്ര വരെ? തീ ഉണ്ടാവണത് വരെ. അങ്ങനെ ഗുരു ശിഷ്യ സംവാദത്തിലൂടെ വൈശാരതി സാതി വിശുദ്ധ ബുദ്ധി ധുനോതിമായാം ഗുണസംപ്രസൂതാം ഗുണാംശ്ച സന്തഹ്യ യഥാത്മമേതത് സ്വയം ച ശാമ്യത്യസമിതി യഥാഗ്നി. കുറച്ച് കഴിഞ്ഞാൽ ആ അഗ്നി മാത്രം, കുറച്ച് കഴിഞ്ഞാൽ ഇന്ധനം ഇല്ലാണ്ടായ അഗ്നിയും കെടും. പിന്നെ അയാൾക്ക് എന്തില്ല? പിന്നെ സംശയങ്ങളൊന്നുമില്ല. പഴയ പോലെ സംശയങ്ങളൊന്നും ചോദിക്കില്ല. ഇപ്പോഴങ്ങനെ സംശയത്തിൻ്റെ കൂമ്പാരായിട്ട് നടക്കുമോ? എന്തൊക്കെയോ സംശയം നമുക്കുണ്ട്. ആരാ കംസൻ്റെ അമ്മ? കുചേലൻ്റെ ശരിക്കുള്ള പേരെന്താ? കുചേലൻ്റെ ഭാര്യ എന്താ? ഭാര്യയ്ക്ക് എന്തായിരുന്നു പണി? എത്ര റുപ്യ പെൻഷൻ വാങ്ങുന്നുണ്ട്? എന്തെല്ലാം സംശയമായിട്ട് നമ്മൾ നടക്കുന്നത്. വിളക്ക് കത്തിക്കാൻ പറ്റുമോ? നിലവിളക്ക് നിലത്ത് വയ്ക്കാൻ പറ്റുമോ? പിന്നെ കഴുത്ത് കെട്ടി തൂക്കാൻ പറ്റുമോ? എന്തെല്ലാം നിലവിളക്കുന്ന പേര് തന്നെ നിലത്ത് വയ്ക്കണോണ്ടല്ലേ. എത്ര തിരിയിടണം? 2 തിരിയാണോ? ഇങ്ങോട്ട് വരുമ്പോൾ അത് കൂടുക. മലബാർക്ക് ഇത്രയില്ല. ഇങ്ങോട്ട് വരുമ്പം കുറച്ച് കൂടും. പറ അങ്ങോട്ട് വയ്ക്കണം, ഇങ്ങോട്ട് വയ്ക്കണം, തിരി അങ്ങോട്ട്. തിരി കെട്ടാൽ എന്താ ദോഷം? എന്ത് ഫല? തിരി കെട്ടാൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒഴിച്ച് തീപ്പെട്ടിൻ്റെ കത്തിക്കുക. അല്ലാതെ ഇപ്പം ഇതിനൊക്കെ എന്താ ഇങ്ങനെ ഒരുങ്ങിയാൽ എവിടെ തീരുക? ഇതൊക്കെ ഏത് ഭാഗവത്ത് പറയണ്ടോ? ശ്ലോകം കാണിച്ചൊരു അതൊന്നുമില്ല. പക്ഷെ അത് പറയണവർക്കാണ് ഡിമാൻഡ്. അത് വൈറലാവും, മറ്റൊന്നും വൈറലാവില്ല. ഇതാണ് വിഷയം. എന്തെല്ലാം സംശയമായിട്ട് നടക്കുകയാണെന്നാണ്. എന്നാൽ ഈ വക വിഷയങ്ങൾ വല്ല സംശയമുണ്ടോ? ഏകാദശത്തിലെ 10ാമത്തെ അധ്യായത്തിൽ എന്താ പറഞ്ഞത്? ആര് നോക്കിയതാണ്? അത്രയേ ഉള്ളൂ. അതാണ് വിഷയം. ശ്രദ്ധിക്കുന്നത്. അതാണ് നമ്മുടെയൊക്കെ ഒരു ഇവിടുത്തെ, നിങ്ങളുടെ കാര്യമില്ലിട്ടോ പറയണത്, ഞാൻ എൻ്റെ നാട്ടിലത്തെ കാര്യം പറയാം. ഇവിടുത്തെ അതാണ് ശ്രദ്ധ പറഞ്ഞത്. അങ്ങനെയുള്ള വിഷയത്തിലൊക്കെ എപ്പോഴും ശ്രദ്ധ ഉള്ളൂ. വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്, കുറേ കാലമായിട്ട് ഈ ഭാരതീയർ എന്ത് ചിന്തിച്ചു? ഇത്രയൊക്കെ വലിയ നിധികൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് കാലമായിട്ട് എത്ര പ്രാവശ്യം വെള്ളം എടുത്താൽ കുൽക്കുഴിയണമെന്നും ഏത് ഭാഗത്തേക്ക് തുപ്പണം എന്നുള്ളതിലാണ് ചർച്ച. എന്താണ് അതിൽ പണ്ഡിതന്മാരിന്ന് ചർച്ച ചെയ്യുകയാണ്. ഇത്ര നല്ല വിഷയങ്ങൾ വേറെ ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും വലിയ നിസ്സാര വിഷയത്തെ പറ്റിയാണ് ഗംഭീരമായിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുന്നത്. ഇവിടെ വലിയ വലിയ വിഷയം ഇവിടെ നടക്കുമ്പം അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഈ വക സംശയങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല. എന്ത് സംശയം? സംശയിക്കുന്നവൻ തന്നെ ഇല്ല. ഇവന് സംശയമുണ്ടോ? എന്താണ്? പണ്ട് രമണ മഹർഷിയോടൊക്കെ എന്ത് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം ഒരു ഉത്തരേ പറയുള്ളൂ. ഒരു സംശയമായിട്ട് വന്നാൽ സംശയിക്കുന്നവൻ ആര്? എന്താണ്? അപ്പോൾ അയാൾ പറയും ഞാനാര്? കഴിഞ്ഞു. പിന്നെ ആരും ചോദിക്കില്ലല്ലോ. എന്ത് ചോദിക്കാനാ? ഞാനാര്? അത് ചിന്തിക്കുക. ഞാനാര് ആലോചിക്കും. എന്ത് സംശയം ചോദിച്ചാലും. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു വിചാരിക്കുക, കംസൻ്റെ അമ്മയാര്? അപ്പോൾ അദ്ദേഹം ചോദിക്കും, ഈ കംസൻ്റെ അമ്മയാര് എന്ന് ചോദിക്കുന്നവനാര്? അപ്പോൾ നമ്മളെന്ത് പറയും? ഞാനാര്? കഴിഞ്ഞു. അതറിഞ്ഞാൽ പിന്നെ എന്തില്ല? പിന്നെ സംശയം. എന്ത് സംശയം? ഇതിങ്ങനെ പറയുന്ന സമയത്ത് ഒപ്പമുള്ളൊരു ശിഷ്യൻ ചോദിച്ചു, പല വിഷമമായിട്ട് പലരും വന്നിങ്ങനെ വിഷമം പറയുമ്പോൾ അങ്ങ് ഈ ഞാനാര് ചോദിച്ചാൽ അതറിയാനുള്ള ശേഷി അവർക്കുണ്ടോ? അവർ വലിയ ഉപനിഷത്ത് പഠിച്ചവരൊന്നും അല്ലല്ലോ അല്ലേ? തനി നാടൻ സാധാരണക്കാരൊക്കെ വന്ന് ചോദിക്കുമ്പോഴേ ഞാനാര് എന്ന് ചോദിച്ചാൽ അവർക്കത് മനസ്സിലാവുമോ ചോദിച്ചു. രമണ മഹർഷി പറഞ്ഞ ഉത്തരം എന്താ അറിയോ? ഇതല്ലാണ്ട് വേറെ ഉത്തരമില്ല. അതാണ്
അവർ വന്ന് ചോദിക്കുന്നതിൽ ഞാനിതല്ലാണ്ട് എന്താ പറയുക? ശിഷ്യനോട് പറയാണ്, ഉറക്കത്തിൽ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കരയാണ് ഒരാൾ. തൻ്റെ സമ്പത്തൊക്കെ എടുത്തു കൊണ്ടുപോകുന്നതായിട്ട് കാണുക ഉറക്കത്തിലെ സ്വപ്നം. അപ്പോൾ കൂട്ടുകാരനെ വിളിച്ച് കള്ളൻ 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 എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ എന്താ ചെയ്യുക? തൻ്റെ ആ വിളിച്ച് പറഞ്ഞ കൂട്ടുകാരനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ കൂട്ടുകാരൻ എന്താ ചെയ്യുക? കള്ളനെ പിടിക്കാൻ പോവുകയാണോ ചെയ്യുക? അയാളെ ഉണർത്തി വിടുകയാണോ ചെയ്യുക? എന്താണ് ചോദ്യം. നമ്മളൊക്കെ ചെയ്യണത് എന്താ വെച്ചാൽ കള്ളനെ പിടിക്കാൻ കൂടെ ഇങ്ങനെ പോവുകയാണ് കൂട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടേ. ആ കൂട്ടുകാരെ ഉറക്കത്തിൽ വിളിച്ച് പറയുകയാണ് കള്ളൻ കള്ളൻ. വിവരമുള്ള ആചാര്യന്മാരെന്ത് ചെയ്യും? ഒന്ന് ഉണർത്തി വിടും. അയാളെ തട്ടി വിളിച്ചാൽ അയാൾക്ക് മനസ്സിലാവും തൻ്റെ സമ്പത്ത് പോയിട്ടുമില്ല, ചിലപ്പോൾ സമ്പത്ത് ഉണ്ടാവില്ല കേട്ടോ, ഉണ്ടെന്ന് വിചാരിച്ച തന്നെ സങ്കല്പമാവും. കള്ളം വന്നതായിട്ട് വിചാരിച്ചു, കള്ളനെടുത്ത് കൊണ്ടുപോകുന്നതായിട്ട് ഒന്നും ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കുക. ഉണർത്തി വിടുകയാണ് ചെയ്യുന്നത്. ഞാൻ ആരെന്നുള്ള ഉണർത്തി വിടുകയാണ്. ഈ സംശയം എന്ത്? ഇനി കംസൻ്റെ അമ്മ ഇല്ലെങ്കിൽ എന്ത്, ഉണ്ടെങ്കിൽ എന്ത്, ഇതൊക്കെ ഇനി സങ്കല്പമാണെങ്കിൽ എന്താ, ഇനി ഉള്ള കഥയാണെങ്കിൽ എന്തൊക്കെ നമ്മളെ സംബന്ധിച്ചതൊക്കെ വിഷയമാണോ? ഇതാണ് ചോദ്യം. നമുക്കിതിപ്പോൾ ഒരു വിഷയമാണോ? പ്രപഞ്ചം തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് ഈ വക സംശയങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തീരും. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ. എല്ലാ സംശയം തീരും. അങ്ങനെയുള്ള എത്ര തിരി വയ്ക്കണം വിളക്കിൽ? പണ്ട് അങ്ങനെയൊക്കെ ചർച്ച നടക്കാറുണ്ട്. ചിലർ പറയും 1 തിരി, 2 തിരി, ചിലർ 3 തിരി, ചിലർ 16 തിരി. അവസാനം നാളൊരു അമ്മ പറഞ്ഞു, ഇപ്പം നല്ല സമാധാനമുണ്ട്. എന്താ കാരണം? വിളക്ക് വയ്ക്കാറില്ല. അപ്പോൾ പേടിക്കാനില്ല. അതാ കട്ടൻ്റെ വീട്ടിലുണ്ട് വിളക്ക്, ഊരിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ നല്ല സമാധാനമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കണോ, വിളക്കെണ്ണ ഒഴിച്ച് കത്തിക്കണോ, നെയ്യ് ഒഴിച്ച് കത്തിക്കണോ, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കരുത് അത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ വിഷയങ്ങളിലാണ് ഇപ്പോഴും ശ്രദ്ധ. അതൊക്കെ മാറ്റിയിട്ട് ഗൗരവത്തിലേക്ക് വരണം. അപ്പോൾ സംശയങ്ങളൊക്കെ തീർന്ന് ആത്മാവിൽ ഉറയ്ക്കും. അപ്പോഴാണ് ചോദ്യം, ദുഃഖം സുഖം ഇങ്ങനെ രണ്ടും ഒരു മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. അങ്ങീ പറഞ്ഞ വിഷയത്തിലൊക്കെ ആത്മാവ് ആനന്ദസ്വരൂപൻ എന്ന് ആവർത്തിക്കുന്നുണ്ട്. ആത്മാവ് ആനന്ദസ്വരൂപനാണെങ്കിൽ ഞാൻ ആനന്ദമായിട്ടിരിക്കണം. എന്നാൽ അങ്ങനെയല്ല എൻ്റെ അനുഭവം, ദുഃഖമാണ്. ഇടയ്ക്ക് ദുഃഖമുണ്ട്, ഇടയ്ക്ക് സുഖമുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ആത്മാവുണ്ടാവും. സുഖിക്കുന്ന ആത്മാവും ദുഃഖിക്കുന്ന ആത്മാവും എവിടെ? ഇവിടെ തന്നെ. അത് ചോദിക്കാൻ ഉദ്ധവൻ അതൊക്കെ ഗൗരവമുള്ള സംശയം അല്ലേ? മറ്റേത് സംശയമല്ല. എന്ത് വിളക്കിൽ എത്ര തിരിയിടണം അതില്ല. ഇങ്ങനെയുള്ള സംശയമാണ് ആവശ്യം. ഇങ്ങനെ ചോദിക്കട്ടെ, തന്നെപ്പറ്റി ചിന്തിക്കുക. എന്താണ് എനിക്കിങ്ങനെ ഈ ശരീരം എന്ന് പറയുന്നത് ഞാനാണോ? ശരീരവും മനസ്സിൻ്റെ ഇടയിൽ വല്ലതുണ്ടോ? ഈ ശരീരവും മനസ്സും ഇല്ലാത്ത അവസ്ഥ ഉണ്ടോ? ഉറക്കത്തിൽ ഞാൻ എവിടെ പോയി? ഉണരുമ്പോൾ ഞാൻ ഇതിപ്പോൾ ഇവിടുന്ന് വന്നു? ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടത്. ഇതൊക്കെയല്ലേ നമ്മുടെ കഥ, ഇതൊക്കെയല്ലേ നമ്മളറിയേണ്ടത്. ഇതാണ് ഇപ്പോൾ ഉദ്ധവൻ ചോദിക്കുന്നത്. ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോ മേന വസ്തുതഃ. ബദ്ധൻ മുക്തൻ രണ്ടുണ്ടോ? ഭഗവാൻ ഉത്തരമായിട്ട് പറഞ്ഞു, ബദ്ധനും മുക്തനും വാസ്തവത്തിലില്ല. അതൊക്കെ മായാകൽപ്പിതമാണ്. പറയുമ്പോൾ ബദ്ധൻ മുക്തൻ എന്നൊക്കെ പറയണു. കെട്ടിയിട്ടവനാണെങ്കിൽ കെട്ട് പൊട്ടിക്കേണ്ട വേണം. എന്താണ്? ആ കെട്ടിയിട്ടവനാണെങ്കിൽ കെട്ട് പൊട്ടിക്കണം. കെട്ടിയിട്ടെന്ന് വിചാരിക്കുന്നവനാണെങ്കിൽ കെട്ടഴിച്ചു എന്ന് വിചാരിക്കും വേണം. എന്താണ്? അതാ വിഷയം. തന്നെ കെട്ടിട്ടെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യണം? കെട്ടഴിക്കണം. പണ്ടൊരു ഭ്രാന്താശുപത്രിയിൽ 3 കള്ളന്മാർ കഥ പറഞ്ഞില്ലേ? ഇന്നലെ പറഞ്ഞു ഇല്ല? അപ്പം അതിന് ഓർമ്മയില്ലല്ലോ. എന്നാ പറയാം, പറഞ്ഞോ ഇല്ല, ഇപ്പോൾ എനിക്കും ഓർമ്മയില്ല. 3 കള്ളന്മാരെ, കള്ളന്മാരല്ല, 3 ഭ്രാന്താശുപത്രിയിലുള്ള 3 പേര്. അവർ കുറേ കാലമായിട്ട് അവിടെയാണ്. അപ്പോൾ അവർക്കൊരു വലിയ ആഗ്രഹം എന്താ വെച്ചാൽ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടണം. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ പാടില്ല, രക്ഷപ്പെടണം, പുറത്തേക്ക് എത്തണം. ഈ ഒരു വിചാരം അവർക്ക്. 3 പേരും കൂടി എന്ത് ചെയ്തു? പ്ലാൻ ഇട്ടു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വൈകണ്ട, ഇന്ന് രാത്രി തന്നെ എല്ലാവരും ഉറങ്ങുമ്പോൾ നമുക്ക് മതിൽ ചാടാം. ഉറങ്ങുമ്പം മതിൽ ചാടാം. അങ്ങനെ ഒരു 10 മണി 11 മണി 12 മണി എല്ലാവരും നല്ല ഉറക്കാം. ഇവരെന്ത് ചെയ്തു? മെല്ലെ ജയിലിൻ്റെ ആ ഓടാമ്പൽ അങ്ങനെ മാറ്റി മെല്ലെ പുറത്തേക്ക് കടന്നു. അങ്ങനെ രാത്രി ഇരുട്ടാണ്, വെളിച്ചമില്ല. അപ്പം ഇങ്ങനെ തപ്പി എത്ര പോയിട്ട് എന്തില്ല, മതിൽ കാണില്ല. അങ്ങനെ പോയി തപ്പിയിട്ട് മതിൽ കുറേ പോയി, എന്നിട്ടൊന്നും മതിൽ കാണില്ല. അവസാനം ഇവർ കൈ പിടിച്ച് 3 പേരും കൂടി കട്ടണ വന്നു. അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് ആ ജയിലിൽ തന്നെ ഇരുന്ന് ഓടാമ്പല കൂട്ടി അവിടെ ഇരുന്നു. സംഗതി ആ ജയിലിന് മതിലില്ല. എന്താ ചെയ്യാന്ന്? ആ ജയിലിന് മതിലില്ല. ഇതാണ് നമ്മുടെയും പ്രശ്നം. നമ്മളിങ്ങനെ നമ്മളാരും കെട്ടിട്ടിട്ടില്ല. അവരെന്താ ചെയ്യുക? കെട്ടിട്ടു എന്ന് വിചാരിച്ചാൽ രാമകൃഷ്ണദേവൻ പറയും, ഒരാൾ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് മരം എന്നെ വിടണില്ല പറഞ്ഞാൽ പറ്റുമോ? അപ്പം നമ്മളങ്ങനെ പറയും. നമ്മൾ പശുവിനെ കെട്ടിട്ടെന്നാണ് വിചാരിക്കണത്. ശരിക്കും പശുവിനെ അല്ല പശു നമ്മളെ കെട്ടിയത്. അതിന് വെള്ളം കൊടുക്കേണ്ട സമയത്തിന് മേനി ഞാൻ പോട്ടെ. അപ്പം മനസ്സിലായി, പശു താൻ കയറ് കൊണ്ട് പശുവിനെ കെട്ടി, പശു കയറില്ലാണ്ട് തന്നെ കെട്ടി. ആരാ കേമൻ? പശുവോ താനോ? അത്രയേ ഉള്ളൂ വിഷയം.
കെട്ടുന്നുണ്ട്, മനസ്സിലൊരു കെട്ട്, വല്ലാത്തൊരു കെട്ട് കെട്ടുന്നുണ്ടല്ലോ. ഈ കെട്ട് കെട്ടിയെന്ന് വിചാരിച്ചാൽ അത് അഴിക്കാൻ വേണ്ടി വരും. അതാണ് സംഗതി ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ബദ്ധൻ മുക്തൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വ്യവഹാരത്തിൽ പറയണു. ശരിക്കും പറഞ്ഞാൽ ബദ്ധനുമില്ല മുക്തനുമില്ല. ബദ്ധനാണെങ്കിലല്ലേ മുക്തനാവേണ്ട കാര്യമുള്ളൂ. ഈ പ്രയോഗമൊക്കെ വരുന്നത് എപ്പോഴാണ്? കെട്ടിട്ടൊരാൾക്കല്ലേ കെട്ടഴിക്കേണ്ട വിഷയത്തെ ചിന്തിക്കേണ്ടത്. ഇവിടെ ആരും കെട്ടിട്ടിട്ടില്ല, പിന്നെ എന്താ പ്രശ്നം? ഇവിടെ ആനന്ദമേ ഉള്ളൂ. പിന്നെന്തിന് സുഖത്തിനും ദുഃഖത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്നു? ഇതൊക്കെ ജ്ഞാനിയുടെ ഭാവത്തിലാണ് പറയണത്. എന്നാലും താൻ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ വിദ്യാവിദ്യേ മമതനു വിദ്യുദ്ധവ ശരീരിണാം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. 2 ശക്തികൾ എനിക്കുണ്ട്. മായ, ഭഗവാന്റെ ശക്തിയാണ് മായ. ഈ മായയ്ക്ക് 2 വിധമുണ്ട്. മായ വിദ്യാമായ അവിദ്യാമായ. വിദ്യാവിദ്യേ മമതനു വിദ്യുദ്ധവ ശരീരിണാം മോക്ഷബന്ധകരീ ആദ്യേ മായ മേ വിനിർമ്മിതേ. അവിദ്യാമായ നമ്മളെ ബന്ധനത്തിന് കാരണമാക്കുന്നു, വിദ്യാമായ നമുക്ക് മുക്തിക്ക് കാരണമാകുന്നു. മനസ്സന്നെ ഈശ്വര വിഷയങ്ങളിലേക്ക് ചേർന്നാൽ, ഭാഗവതം നമ്മളിങ്ങനെ കേട്ടാൽ നമുക്ക് ശാന്തി ഉണ്ടാകുന്നു. ഇത് കേൾക്കണ പോലെ വേറെ പലതും കേട്ടാൽ അശാന്തി ഉണ്ടാകുന്നു. ഒരേ കാര്യമാണ്, കേൾക്കുന്നേ ചെയ്യണം. പ്രവൃത്തി ഒന്നാ. മനസ്സിലേക്ക് ഈശ്വരനെ വെച്ചാൽ ശാന്തി ഉണ്ടാവുന്നു, മനസ്സിൽ വേറെ പലതും വെച്ചാൽ ദുഃഖം ഉണ്ടാവുന്നു, ഇല്ലേ? അപ്പം വിദ്യാമായ കൊണ്ട് നമുക്ക് ഈശ്വരനിൽ ശ്രദ്ധ ഉണ്ടാവും. അതാണ് ശാസ്ത്രം, ആധ്യാത്മിക ശാസ്ത്രം ഒക്കെ പഠിക്കാൻ തോന്നുന്നത് വിദ്യാമായയുടെ ആ ഒരു ശക്തി കൊണ്ടാണ്. അവിദ്യാമായയെ ഉപാസിച്ചാലോ അതും ഭഗവാൻ തന്നെ അല്ല പറയണില്ല, അത് കൂരിട്ട് ചെന്ന് ചാടും, അതുണ്ടാവുക. അതുകൊണ്ട് വിദ്യാമായയെ ആശ്രയിക്കുക വേണ്ടത്. ഞാനൊരു ഉദാഹരണമായിട്ടൊരു കഥ പറയാം എന്ന് പറയാണ്. സുപർണാവേതൗ സദൃശൗ സഖായൗ യദൃച്ഛയൈതൗ കൃതനീടൗ ച വൃക്ഷേ ഏകസ്തയോ ഖാദതി പിപ്പലാന്നം അന്യോ നിരന്നോ ബിബലേന ഭൂയാൻ. മുണ്ടകോപനിഷത്തിലെ ഒരു മന്ത്രം ചെറിയൊരു വ്യത്യാസം വരുത്തി ഇവിടെ അതേപോലെ പറയും. ഉപനിഷത്ത് തന്നെയാണ് ഈ ഭാഗവതം. ഇത് ഏകാദശസ്കന്ധം നോക്കിയാൽ 10 ഉപനിഷത്തും പഠിച്ച ഫലമാണ്. ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൽ 2 പക്ഷികൾ. ഈ ഒരു ആശയം ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഒരു വൃക്ഷം സംസാര വൃക്ഷമാണ്, 2 പക്ഷികൾ. ഒരു പക്ഷി പഴത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവും, ഇടയ്ക്കിടയ്ക്ക് പാറിപ്പോവും, പഴം കഴിക്കും. എന്നിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഇവിടെ വന്ന് പറയും. ഏത് പക്ഷിയോട്? മറ്റേ പക്ഷി, മിണ്ടാണ്ടിരിക്കുന്ന പക്ഷിയോടെ. കഴിക്കണം, നല്ല പഴം, നീ ഇവിടെ അങ്ങനെ ഇരുന്നോ, പോയി ആ പഴം കഴിക്കുക, അല്ലാണ്ട് എന്ത് ജീവിതമാണോ, ഇങ്ങനെ ഇരിക്കല്ലേ, അങ്ങനെ പറയും. നമ്മൾ ഭാഗം കേട്ടിരിക്കുമ്പോൾ ഇതാണോ ജീവിതത്തെ, ആ കള്ള് ഷാപ്പ് പോയിരുന്നൊക്കെ എന്ത് രസമാണ്. അപ്പോൾ നമ്മൾ ശരിയാ, വെറുതെ സമയം കുറേ കളഞ്ഞു എന്ന് പറഞ്ഞ് പോവുച്ച കഴിഞ്ഞു. ആ മറ്റേ പക്ഷി അങ്ങനെയൊക്കെ പറയും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പക്ഷി വന്ന് പറയേണ്ടത്, നേരത്തെ നീ കഴിക്കാൻ നന്നായിട്ടോ, ഞാൻ 4 മാസം ആശുപത്രിയിലായിരുന്നു. അപ്പോഴും ആർക്ക് ചലനമില്ല, മറ്റേ പക്ഷിക്കൊന്നുമില്ല. ആ പക്ഷിക്ക് ഇതിൻ്റെ അപ്പുറത്ത് പോയ ആളാണ്, അയാൾക്ക് ഇതൊന്നും ഒരു വിഷയമില്ല. ഈ പക്ഷി ഇടയ്ക്കിടയ്ക്ക് വന്ന അഭിപ്രായം തിരിച്ചും മറിച്ചൊക്കെ പറയുന്നുണ്ട്, പിന്നെയും പാറി പോകുന്നുണ്ട്. ഓരോരോ പഴങ്ങൾ കാണുമ്പോൾ കൊത്തും, അത് കഴിക്കും, ചവർപ്പാണ്, മധുരമാണ്, ഇടയ്ക്ക് രസം ഉണ്ടാവും, കൂടുതൽ ചവർപ്പുണ്ടാവുക, ഇടയ്ക്ക് രസം, കൂടുതൽ ദുഃഖം. നമ്മുടെ കഥയാണ് പറയുന്നത്. ജീവിതത്തിൽ ചിലരെന്നും കഷ്ടപ്പെടുന്നവരുണ്ടാവും. അവരെന്താ വെച്ചാൽ ഭാഗവതത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു നോക്കുന്നു, ഭാഗവതം ഒന്ന് കേൾക്കൂ പറഞ്ഞാൽ അത് വയ്യ. തിരുമേനി വല്ല മന്ത്രം ഉണ്ടെങ്കിൽ തരൂ. ഒരു മന്ത്രവുമില്ല, എന്താ ഇപ്പം ചെയ്യുക? എന്തൊന്ന് കേൾക്കുക എന്നല്ലെങ്കിൽ ഈ ഭാഗവതം ഒന്ന് പഠിച്ചു നോക്കുക, വേറൊരു വഴിയില്ല. അത് വല്ല സൂത്രം ഉണ്ടെങ്കിൽ പിന്നെ അത് പറയുന്നാൽ എളുപ്പമല്ലേ? അത് പറയരുത്. വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വഴിപാട് വേണമെങ്കിലും കഴിക്കാം, നീ ചരട് ജപിച്ച് കിട്ടേ, എന്താ ഇത് പഠിക്കാൻ പറയരുത്, ഇതൊന്നിരുന്ന് കേൾക്കാനും പറയരുത്. പറഞ്ഞാൽ വേറെ എന്താ ചെയ്യുക? ഇതാണ് വഴി, ഇതല്ലാണ്ട് വേറെ വഴിയില്ല. ഇവിടെയാണ് സംഗതി ഇരിക്കുന്നത്. നമുക്ക് എളുപ്പം വേറെ പലതുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് അന്വേഷിക്കാൻ എളുപ്പം നോക്കിയിട്ട് കാര്യമില്ല, വസ്തുള്ളതിൽ അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാൻ എളുപ്പം നോക്കിയിട്ട് പോയി അന്വേഷിക്കുകയാണ്. എന്താ വേണ്ടത്? ഗോൾഡ് വേണം വിചാരിക്കുക, സ്വർണം, ജ്വല്ലറി, മാല, വളയൊക്കെ വേണം നോക്കുന്നത് അവിടെ ചെരുപ്പ് കടയിലാണ്. ആജീവനാന്ത് അന്വേഷിച്ചാൽ കിട്ടില്ല. അവസാനം കടക്കാരൻ വന്ന് ചോദിച്ചു, എന്താ അന്വേഷിക്കണം, അത്ര നേരമായി, ഇതിപ്പോൾ ഉച്ചയായല്ലോ, ഇതുവരെ ഒന്നും കിട്ടിയില്ല, എന്താ അന്വേഷിക്കണം? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മോതിരം കിട്ടും നോക്കുക, സ്വർണ്ണ മോതിരം. അപ്പോൾ അയാൾ പറയും, ഇത് ഇവിടെയല്ല, ഇത് ചെരുപ്പ് മാത്രമേ ഉള്ളൂ, അപ്പുറത്തെ ജ്വല്ലറി ഭീമ, അവിടെ പോയിക്കോളൂ. അതാണ് വിഷയം. നമുക്ക് തോന്നുന്നതിൽ പോയി അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ സീരിയൽ കണ്ടു നോക്കണോ, സിനിമ കണ്ടു നോക്കണോ, പരദൂഷണം പറഞ്ഞു നോക്കണോ, ചായ കുടിച്ചു നോക്കി, കാപ്പി കുടിച്ചു നോക്കി, എന്തിന് സുഖമാവാൻ ആവില്ല. ഇതിങ്ങനെ വായിച്ചു നോക്കിയാൽ ലേശം സുഖം. അപ്പം മനസ്സിലാവും വടിയായിരിക്കുന്നത്, വടിയായിരുന്നു ഇത്രയും കാലം. എന്നിട്ട് നമ്മൾ നാട്ടിൽ മൊത്തം അന്വേഷിച്ച് നടക്കുകയാണ്. അതാണ് വിഷയം. അതാണ് ആ പക്ഷി. ഏത് പക്ഷി? മിണ്ടാത്തൊരു പക്ഷിയുടെ നിരന്നം. അത് അന്നം കഴിക്കുന്നില്ല, അത് ഒന്നിൻ്റെ പിന്നാലെ പോകില്ല. ഉള്ളിൽ വിലയുള്ള ആൾ പിന്നെ ഒന്നിൻ്റെ പിന്നാലെ പോവില്ലല്ലോ. അതങ്ങനെ നിരന്നം, അന്നം കഴിക്കാതെ, നിരന്നോപി ബലേന ഭൂയാൻ. പക്ഷേ അത്ഭുതം എന്താ ചോദിച്ചാൽ, ഈ പഴത്തിൻ്റെ പിന്നാലെ പോവാത്ത പക്ഷി ദിവസം ചെല്ലും തോറും അങ്ങനെ
അതിൻ്റെ ആ ഒരു പുഷ്ടി കാണണം. അതങ്ങനെ ഗംഭീരനായിട്ട് വരികയാണ്. അത് പുറമേക്ക് മുണ്ടണ ഉള്ളിൽ ആത്മവിചാരമാണ്. ഈശ്വരനെ തന്നെ വിചാരം ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ഭഗവാനായിട്ട് തട്ടിച്ചു നോക്കി താൻ ശരീരമല്ല മനസ്സല്ല വിചാരം ചെയ്യുക. നിത്യം ആത്മവിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പുറമെ നോക്കി അറിയാൻ പറ്റില്ല. മറ്റേ പക്ഷി ആവട്ടെ പിന്നെയും വിഷയങ്ങളുടെ പിന്നാലെ കഴിച്ചു നോക്കി കുടിച്ചു നോക്കി അങ്ങനെ പഴങ്ങളുടെ പിന്നാലെ പോവുകയാണ്. ഏകസ്തയോ ഖാദതി പിപ്പലാന്നം അന്യോ നിരന്നോപി ബലേന ഭൂയാൻ. ഇതാണ് അവസ്ഥ. ആ പഴങ്ങളുടെ പിന്നാലെ പോയവനെയാണ് ബദ്ധൻ എന്ന് പറയുക ഉദ്ധവ. ആ പഴങ്ങളുടെ പിന്നാലെ പോവാതെ, ആ പഴങ്ങളുടെ നിസ്സാരത ബോധ്യപ്പെട്ട്, ആ പഴങ്ങളുടെ പിന്നാലെ പോവാതെ ശാന്തനായിട്ടിരിക്കുന്ന ആ ഒരു പക്ഷി ഉണ്ടല്ലോ, ആ പക്ഷിയാണ് ആര്? അയാളാണ് മുക്തൻ. ഒരു മരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാവും ആരും ബദ്ധനും മുക്തനും. ഒരച്ഛൻ്റെ 2 മക്കൾ, ഒരച്ഛൻ്റെ അമ്മയുടെയും 2 മക്കൾ, ഒരാൾ ബദ്ധനും ഒരാൾ മുക്തനും ആയിരിക്കും. വീട് നോക്കിയാൽ ഒരേ വീട് തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരേ ഭക്ഷണമാണ് കഴിക്കണത്. ചിലപ്പോൾ ട്വിൻസും ആവും. ഒരു ഗ്രഹനിലയിൽ ഉണ്ടായത് രണ്ടും. എന്നിട്ടും ഒരാൾ ദുഃഖിക്കുന്നു, ഒരാൾ സുഖിക്കുന്നു. എന്താ അപ്പം അതിന് പറയുക? അതാണ് ബദ്ധൻ മുക്തൻ എന്ന് പറഞ്ഞാൽ അത്രയേ അർത്ഥമുള്ളൂ. നമ്മൾ നോക്കുമ്പം 2 മുറി കണ്ടു, 2 മുറിയിൽ 2 ആൾ ഇരിക്കുന്നുണ്ട്. നമ്മളിവിടെ നോക്കുമ്പോൾ ഒരുപോലെ തോന്നുക. പക്ഷെ അന്വേഷിച്ച് പോയപ്പോൾ മനസ്സിലായി ഒരാളെ ആരോ അതിലിട്ട് പൂട്ടിയതാ. അയാൾ കുറേയൊക്കെ തുറക്കാൻ നോക്കി, തുറക്കാൻ പറ്റണില്ല, ആകെ വിഷമിച്ചുള്ളിലിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ അത് മനസ്സിലായി. നോക്ക് അടുത്തെത്തിയപ്പോലെ മനസ്സിലായത്. മറ്റേ മുറിയിൽ അങ്ങനത്തെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അടുത്ത് പോയപ്പോൾ മനസ്സിലായി അയാൾ പുറമെ ശല്യം വേണ്ട കരുതി അകത്ത് കയറി കുറ്റിയിട്ടിരിക്കുക. 2 ഇപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ഒരുപോലെയാണ്. പക്ഷെ ഒരാൾ ശാന്തനായിട്ടുള്ളിരിക്കുന്നു. 2 പക്ഷി. ഒരു പക്ഷി വിഷയങ്ങളുടെ പിന്നാലെ പോവാതെ ശാന്തനായിട്ടിരിക്കുക. മറ്റേ പക്ഷിയോ വിഷയങ്ങളുടെ പിന്നാലെ പോകാൻ പറ്റണില്ലല്ലോ, സുഖിക്കാൻ പറ്റുന്നില്ലല്ലോ, താൻ ഇത്രയൊക്കെ അനുഭവിച്ചൊരു തൃപ്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുക. ഈ പക്ഷിയാവട്ടെ, ആ ആത്മാവാകുന്ന പക്ഷി ഈ മനസ്സിനെയും ശരീരത്തെയും കാണുന്നു, തന്നെയും കാണുന്നു. പക്ഷേ ഈ മനസ്സാകുന്ന പക്ഷി ആത്മാവിനെ ശ്രദ്ധിക്കുന്നില്ല. അത് വിഷയങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ ഉള്ളത്തെ കഥ തന്നെയാണ് പറഞ്ഞത്. നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ ആരുണ്ട്? ഉള്ളിലൊരു പക്ഷിയുണ്ട്, ആത്മാവാകുന്ന പക്ഷി. മനസ്സാകുന്ന പക്ഷി വിഷയങ്ങളുടെ പിന്നാലെ പോകുമ്പം ആത്മാവാകുന്ന പക്ഷി ഇങ്ങനെ നോക്കുകയാണ്. എന്നാൽ ഇവൻ ഈ ഓട്ടം നിർത്തുക, ഒന്ന് നിർത്തി, ഇങ്ങോട്ടെന്താ ശ്രദ്ധിക്കാത്തത് പറഞ്ഞ് നിൽക്കുകയാണ് ആ പക്ഷി. ആ പക്ഷിയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അതാണ് വിദ്യയെ ആശ്രയിച്ചാൽ മുക്തനാവാം, അവിദ്യയെ ആശ്രയിച്ചാൽ ബദ്ധനാവാം. എന്ത് വേണമെന്ന് അവനവനെ തീരുമാനിക്കണം. ദേഹസ്ഥോപിന ദേഹസ്ഥ. മുക്തൻ ദേഹത്തിലിരിക്കുമ്പോഴും ദേഹസ്ഥനല്ല. എന്താണ്? നമ്മുടെ ദൃഷ്ടിയിൽ ദേഹമുണ്ട് അയാൾക്ക്, ശരിയാണ്. പക്ഷേ അയാൾക്ക് എന്തില്ല? അയാൾക്ക് അതിനോട് അഭിമാനമൊന്നുമില്ല. അതിൽ രോഗം വന്നാൽ അയാൾ വേദനിക്കില്ല, അയാൾക്ക് പരിഭവമില്ല, പരാതിയില്ല. ഏതുപോലെ ചോദിച്ചാൽ കൊട്ടത്തേങ്ങയാണ് ഉദാഹരണമായിട്ട് പറയുക. രാമകൃഷ്ണദേവൻ പറയും കൊട്ടത്തേങ്ങ പോലെ. എവിടെയാണ് ചോദിച്ചാൽ ചിരട്ടയുടെ ഉള്ളിലാന്ന് പറയാം. ചിരട്ടയായിട്ട് ബന്ധമുണ്ടോ ചോദിച്ചാൽ ഇല്ല. അതെങ്ങനെ മനസ്സിലായി? നോക്കിയാൽ മനസ്സിലാവുന്നില്ല, എടുത്ത് കുലിക്ക് നോക്കിയാൽ മനസ്സിലാവും, അല്ലാണ്ട് മനസ്സിലാവില്ല. കുലിക്ക് നോക്കിയപ്പോൾ എന്തുണ്ട്? അത് എവിടെ ഒട്ടിയിട്ടില്ല, അങ്ങനെ കൂടുകൂടു പറഞ്ഞ് കുലുങ്ങണുണ്ട്. അല്ലെങ്കിൽ മുറിച്ച് നോക്കിയാൽ മതി, മുറിച്ചാൽ ഉരുണ്ടങ്ങോട്ട് പോകും. ചിരട്ടയായിട്ട് ബന്ധം ആർക്കില്ല? മുക്തനില്ല. അതാണ് ജീവൻ മുക്തൻ. ശരീരം വീണിട്ടില്ല, ശരീരം എവിടെ ഉണ്ട്, പക്ഷെ എന്തില്ല? ശരീരത്തിനോട് ഭ്രമമില്ല, ഒട്ടലില്ല. എന്താ കാരണം? ഉള്ളിലുള്ള വെള്ളം വറ്റിയത് കൊണ്ട് വാസന വറ്റി. നമ്മുടെ വാസന വറ്റാത്തത് കൊണ്ടാണ് ചിരട്ടയോട് ഒട്ടി നിൽക്കുകയല്ലേ. ചിരകിയാലും കിട്ടണില്ലല്ലോ. എത്രയോ കേട്ടാലും നമുക്ക് അങ്ങോട്ട് കിട്ടണം. നമുക്ക് പിന്നെ എന്നാലും ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒട്ടാണ്. ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതിനോടൊക്കെയുള്ള ഒട്ടൽ കൊണ്ട് നമ്മളൊക്കെ പച്ചത്തേങ്ങ പോലെയാണ്. എന്നാൽ ജീവൻമുക്തന്മാരാവട്ടെ ദേഹത്തിലിരിക്കുന്നെങ്കിലും ദേഹസ്ഥോപിന ദേഹസ്ഥ വിദ്വാൻ സ്വപ്നാത് യഥോത്ഥിത. ജീവൻമുക്തനെ സംബന്ധിച്ച് അയാൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത് പോലെയാണ്. അയാൾക്ക് പണ്ടത്തെ തന്നെ നല്ല നിശ്ചയമുണ്ട്, തന്നെ പറ്റിയൊക്കെ നല്ല ബോധ്യമുണ്ട്, എല്ലാവരും പറ്റി അറിയാം. ഒന്നും അറിയില്ല വിചാരിക്കരുത്. അയാളൊരു ബുദ്ധിയില്ലാത്ത ആളെ വിചാരിക്കരുത്. അദ്ദേഹം സ്വപ്നം കണ്ടുണർന്നവനെ പോലെയാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. എന്താണ്? മുക്തൻ ഉണർന്നവനാ. എന്താ തമ്മിൽ വ്യത്യാസം? കണ്ടുകൊണ്ടിരിക്കുന്നവൻ ഇടയ്ക്ക് നല്ല സ്വപ്നം കാണും, ഇടയ്ക്ക് ഹൊറർ കാണും, ഞെട്ടി വിളിക്കും, കരയും ഒക്കെ ഉണ്ട്. ഉണർന്നിരിക്കുന്നവൻ നമ്മളെ നോക്കി ഇങ്ങനെ, അയാൾക്ക് കോമഡി, നമ്മളിവിടുന്ന് പേടിച്ച് ഞെട്ടാണ്. അയാൾക്കറിയത് സത്യമല്ല, അയാൾ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് പാവം. അതൊന്നും വാരി കഴിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. പകൽ സമയത്ത് അതും ഇതൊക്കെ കണ്ടപ്പം ആലോചിക്കണമായിരുന്നു. ഇതെല്ലാം കൂടി സൂക്ഷ്മമായിട്ട് ഉള്ളിൽ കിടന്ന് പുറമേക്ക് രാത്രി സമയത്ത് നമ്മളോട് ചോദിക്കാണ്ട പലതുമായി വരും എന്നറിയണ്ടേ? അതൊന്നും അറിയാണ്ടേ ഇയാൾ താൻ ഉണർന്നു സ്വപ്നത്തിൽ കണ്ട ദൃശ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്, ഓർത്തെടുക്കും ചിലപ്പോൾ. പക്ഷെ അയാൾക്കറിയാത്തത് പേടിക്കാനൊന്നുമില്ല, അത് സ്വപ്നമായിരുന്നു. അത് സ്വപ്നമാണെന്ന് അറിയുമ്പം സ്വസ്ഥായില്ലേ? ഇതാണ് മുക്തനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അവർക്ക് അവരുടെ ജീവിതത്തെ പറ്റിയൊക്കെ അവർക്ക് അറിയാം, അവരാരായിരുന്നു, എന്താ പേരറിയാണ്ടിരിക്കൊന്നുമില്ല. പക്ഷേ അതൊക്കെ
നിസ്സാരം, ഇതൊന്നൊരു വിഷയമല്ല. ഇതാണ് അവരുടെ കഥ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെ. സ്വപ്നത്തിലുള്ള സത്യമല്ല എന്നുള്ളത് നമുക്ക് ഉണർന്ന അറിയില്ലേ? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും പറഞ്ഞു, സ്വപ്നം കണ്ടു, സദ്യ ഉണ്ടത്, നല്ല സദ്യ. രാവിലെ എണീറ്റപ്പോൾ തലേണയുടെ പകുതിയില്ല, അതാ ഉണ്ടത്, സദ്യയല്ല. ഇതിപ്പോൾ അത്രയേ ഉള്ളൂ, വിശപ്പുണ്ടാനും. അപ്പോൾ ഉണർന്നത് പോയി. ഇതേപോലെ ഉണർന്ന ഒരാൾക്ക് അറിയാം അതില്ലാത്തതാ. സ്വപ്നത്തിൽ നമ്മളൊരു കൊലപാതകം ചെയ്തു. ആര്? നമ്മളെ സ്വപ്നത്തിലാണ്. അവൻ്റെ എന്താ കുഴപ്പം? എന്നിട്ട് ജയിലിൽ പിടിച്ചു, 15 വർഷം തടവ്. എന്നിട്ടൊരു 7.5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മളെ പുറമേക്ക് വിട്ടു, ഒന്ന് പോയി വന്നോളാൻ. അപ്പോഴേക്ക് നമ്മൾ ഉണർന്നു. ഇനി നമുക്ക് സംശയമുണ്ടോ ബാക്കി 7.5 വേണോ വേണ്ടെന്ന്? ഉണ്ടോ? പിന്നെ ഇരുന്ന് ആലോചിക്കും, എന്നാലും ബാക്കി 7.5 ഇപ്പം എന്താ വലിയ കഴിഞ്ഞ്, താൻ കൊന്നിട്ടുമില്ല, തന്നെ ആരും ജയിലിൽ അടച്ചിട്ടുമില്ല, 15 വർഷം തടവൊന്നും ഒക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇതാണ് ആരുടെ അവസ്ഥ? മുക്തൻ സ്വതന്ത്രനായി. മുക്തി എന്ന് പറഞ്ഞാൽ തന്നെ സ്വാതന്ത്ര്യമല്ലേ? വിട്ടു കഴിഞ്ഞു. ഞേക്കെന്തില്ല, ഏക്കനി ഒന്നുമില്ല, ഏക്കനി ബന്ധനവുമില്ല, മുക്തിയുമില്ല, സുഖവുമില്ല, ദുഃഖവുമില്ല, ആനന്ദം മാത്രം. അപ്പം അതുകൊണ്ട് മുക്തനാവാനാണ് ശ്രമിക്കേണ്ടത് ഉദ്ധവ. ഈ ഒരു ശ്രമമില്ലാതെ, ഈ ഒരു ആഗ്രഹം വയ്ക്കാതെ ഏത് ശാസ്ത്രം പഠിച്ചിട്ടും ഒരു കാര്യവുമില്ല. അതാരുടെ വാക്കാ? ഭഗവാന്റെ വാക്കാണ്. ശബ്ദബ്രഹ്മണി നിഷ്ണാത. ചിലർ ഈ വക ജീവൻമുക്തനാവണം എന്നുള്ള ആഗ്രഹമില്ലാതെ, ഈശ്വരനെ അറിയണം എന്ന ആഗ്രഹമില്ലാതെ വേദം പഠിക്കുന്നവരുണ്ട്, ഭാഗവതം വായിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മളൊക്കെ കൊട്ടാണ് ഭഗവാൻ. ഈ സാക്ഷാത്കാരം മോഹിക്കാതെ കമ്പോട് കമ്പ് ഭാഗവതം വായിക്കും, വ്യാഖ്യാനിക്കും ഒക്കെ ഉണ്ട്. പക്ഷെ തൻ്റെ ജീവിതത്തിൽ അത് ഉപകരിക്കാൻ ഇല്ല, അതിന് ശ്രമിക്കുന്നില്ലെങ്കിൽ അയാളുടെ ശ്രമം ഏതുപോലെയാണ്? ശ്രമസ്തസ്യ ശ്രമഫലോ ഹ്യധേനുമിവ രക്ഷതഃ. കറവല്ലാത്ത പശുവിനെ നോക്കുന്നത് പോലെയാണ്. എന്താണ്? അതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാണ്. ഗാം ദുഗ്ധദോഹാം. നല്ലൊരു പശു, ആ പശു ഇപ്പം എന്തില്ല, അപ്പം കറവല്ല, ക്ഷീണിച്ച പശുവാണ്. അസതീം ച ഭാര്യാം. ഭാര്യയെ പോറ്റുന്നുണ്ട്, പറഞ്ഞാൽ കേൾക്കാത്തൊരു ഭാര്യ, എപ്പോഴും ഉപദ്രവം മാത്രം. അങ്ങനെ ഒരു ഭാര്യ അദ്ദേഹം നോക്കുകയാണ്. ദേഹം പരാധീനം, ശരീരത്തിന് തീരെ വയ്യ, രോഗം. അസത് പ്രജാം ച, പറഞ്ഞാൽ കേൾക്കാത്ത മക്കൾ. വിത്വം, കാശൊക്കെ ഉണ്ട്, അതൊക്കെ പോയി. അതീർത്ഥീകൃതം അംഗവാചം ഹീനാം മയാ രക്ഷതി ദുഃഖി. അയാളുടെ അവസ്ഥ എങ്ങനെയാണ്? ഇതുപോലെയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇതൊന്നും ഇപ്പോൾ ഉദ്ധവരോട് പറയേണ്ടതല്ല. ഉദ്ധവന് ഭാര്യയില്ല, പശുവില്ല, മക്കളുമില്ല, നമ്മളാണ് പറയണത്. അയാളുടെ കഥ എന്താ? ഒക്കെ ഉണ്ട്, പക്ഷേ അയാൾക്കത് കാര്യമുണ്ടോ? ഇതുപോലെയാണെന്ത്? അലമാരിൽ വെച്ച പുസ്തകം പോലെ. പുസ്തകം കുറേ അലമാരിൽ വെച്ച അലമാരി പുസ്തകം തൊടുന്നുണ്ടോ? ഉണ്ടോ? ഇതുപോലെ നമ്മളൊക്കെ പഠിച്ച വിദ്യ, വിദ്യ അവിടെ കിടക്കുന്നുണ്ട്, നമ്മളിവിടെ കിടക്കുന്നുണ്ട്, തമ്മിൽ സ്പർശിക്കുന്നില്ല. ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല? ലേശം പോലും അത് ഉപകരിക്കുന്നില്ലെങ്കിൽ, തൻ്റെ ജീവിതത്തിൽ ലേശം പോലൊരു മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ, ലേശം പോലൊരു ശാന്തി അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ, അത് അലമാര പോലെ തന്നെയാണ്. എൻസൈക്ലോപീഡിയ അലമാരയിൽ വെച്ചു, എന്നിട്ട് അലമാര അറിവുള്ള ആളായി മാറിയോ? കുറേ ആധ്യാത്മിക ഗ്രന്ഥം കൊണ്ടുവച്ചാൽ അലമാര ജീവൻ മുക്തനായി മാറുമോ? ഇല്ല. ഇതേപോലെ തന്നെ നമ്മളിത് ഇങ്ങനെ പറയുന്നത്. ഇപ്പം നമ്മൾ പറയണത് ഇപ്പോൾ യൂട്യൂബും ചെയ്യില്ലേ, റെക്കോർഡ് ചെയ്താൽ പോലെ, അതേപോലെ പറയാൻ, അതാണ് പറയണത്. അതുകൊണ്ട് ഇത് വായിക്കലോ പറയലോ എന്നല്ല വിഷയം, ഇത് അനുഭവത്തിൽ വരാനാണ് ശ്രദ്ധിക്കേണ്ടത് ഉദ്ധവ. അതിന് ശ്രദ്ധിക്കണം. സത്സംഗലബ്ധയാ ഭക്തിയ മയിമാം യ ഉപാസിത. അതിനെന്ത് വേണം? സത്സംഗം നിർബന്ധ. മഹാത്മാക്കളെ കാണുമ്പോഴാണ് അങ്ങനെയൊക്കെ ആവണമെന്നൊരു മോഹം തോന്നുക. ദുർജനങ്ങളെ മാത്രം കാണുക, ഇത് മാത്രമേ അറിയുള്ളെങ്കിൽ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെയാവും, വേറെ ലോകം അറിയില്ല. ചില അങ്ങനെ ഭാഗവതം എന്ന് കേൾക്കാത്തവരുണ്ട്. എന്താണ് പിന്നീട് ഭാഗവതം കേൾക്കുക? ഭാഗവതം തന്നെ കേൾക്കാത്തവരുണ്ട്. അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഒരു എന്താ, അവർക്കിതൊന്നും ഇഷ്ടമില്ല. അവർക്ക് ആകെ അറിയും പൊട്ടക്കിണറ്റിലെ തവളയ്ക്ക് പാറ്റയെ പിടിക്കുന്ന സുഖം മാത്രമേ അറിയുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ സുഖം എന്താ ചോദിച്ചാൽ പറയും പാറ്റയെ പിടിക്കുക. അതിലപ്പുറം അതിനറിയില്ല. ഏറ്റവും വലുതെന്താ? പൊട്ടക്കിണർ. അതിന് സമുദ്രം എന്താണെന്ന് അറിയില്ല. സമുദ്രത്തിലുള്ള തവള വരുമ്പോൾ അതിനെ കാണുമ്പോഴാണത് ചിന്തിക്കുന്നത്, അയ്യോ ഇങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നു. സമുദ്രം, വിശാലമായ സമുദ്രം എവിടെ, പൊട്ടക്കിണർ എവിടെ? ഇതല്ലേ കഥ. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഈ വക വിഷയങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ ഭാഗ്യമല്ലേ. നമ്മൾ പിന്നെ അങ്ങനത്തെ കൂട്ടത്തിൽ പെട്ടില്ലേ, വലിയ ഭാഗ്യമല്ലേ. ഈ ഒരു മഹാസാഗരത്തെ പറ്റി പരിചയപ്പെട്ടില്ലേ, ഇങ്ങനെയൊക്കെയുള്ളൊരു സംഗതി ഇവിടെ ഉണ്ടെന്ന് വേദം ഉപനിഷത്തു നിന്നൊക്കെ കേട്ടില്ലേ, ഗീത ഭാഗവതം ഇതൊക്കെ അറിയാൻ പറ്റില്ലേ, ഭാഗ്യമല്ലേ അത്. അതുതന്നെയാണ് സത്സംഗം. സത്സംഗലബ്ധയാ ഭക്തിയ മയി മാം യ ഉപാസിത സവൈ മേ ദർശിതം സദ്ഭിഹി അഞ്ജസ വിന്ദതയ പദം. അതുകൊണ്ട് ആ ഒരു വഴിക്ക് സഞ്ചരിച്ചാൽ അധികം വൈകാതെ എന്നിലെത്തും ഉദ്ധവ, താൻ ഒട്ടും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ സമയത്താണ് ഉദ്ധവർ ചോദിക്കുന്നത്, ആരാ സജ്ജനം?
ഉടനെ വീണ്ടും ഉത്തരം പറഞ്ഞു. കൃപാലുഹു അകൃതദ്രോഹ തിദിക്ഷുഹു സർവദേഹിനാം. ആ ഭക്തൻ കൃപാലുവായിരിക്കും, എല്ലാവരോടും കാരുണ്യം മാത്രമേ ഉള്ളൂ. എല്ലാവരെയും താനായിട്ട് കാണുകയാണ്, അപ്പോൾ പിന്നെ ദേഷ്യം വരുമോ? ഞാനായിട്ടാണ് കാണുന്നത്, എല്ലാവരും നിങ്ങളെ ഞാനായിട്ട് കാണുമ്പോൾ പിന്നെ എനിക്ക് നിങ്ങളോടൊന്നും തോന്നില്ല, ദേഷ്യമൊന്നുമില്ല. അകൃതദ്രോഹ, ആരെയും ദ്രോഹിക്കില്ല. തിദിക്ഷുഹു, എന്ത് ജീവിതത്തിൽ വന്നാലും ക്ഷമിക്കും, അതൊക്കെ സഹിക്കും, പരാതി ഇല്ലാണ്ട് സഹിക്കും. തിരിച്ച് പ്രതികരിക്കാൻ ശേഷിയുണ്ടായിട്ടും തിരിച്ച് ശേഷിയില്ലായൊന്നുമില്ല. പക്ഷെ എന്നാലും എൻ്റെ ഉദ്ദേശം അപ്പോൾ അതല്ല, ഞാൻ ഭഗവാനിലേക്ക് തിരിഞ്ഞ ആളാണ്, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം മത്സരിക്കാനൊന്നുമില്ല എന്ന് കണ്ട് തിരിയും. സർവദേഹിനാം സത്യസാരോ അനവദ്യാത്മാ സമഹ സർവോപകാരക. ആവണ ഉപകാരം എല്ലാവർക്കും ചെയ്യും, ഒന്നും പ്രതീക്ഷിക്കാതെ. കാമൈഹി അഹദധീർദാന്തോ മൃദു ശുചി അകിഞ്ചന അനീഹ മിതഭുക്ക് ശാന്ത. എപ്പോഴും ശാന്തനായിട്ട് വർത്തിക്കും. അത്യാവശ്യത്തിന് മാത്രം, ആവശ്യത്തിന് മാത്രം കഴിക്കുക, ഭക്ഷണം കഴിക്കുക. ഇനി കഴിക്കുക പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കൽ മാത്രമല്ല, കണ്ടുകൊണ്ടും മൂക്കുകൊണ്ട് ചെവി കൊണ്ടൊക്കെ ആവശ്യത്തിനുള്ളത് മാത്രം കഴിച്ചും കൊണ്ട് ഒരു ചിട്ടയോടുകൂടി അച്ചടക്കത്തോടു കൂടി കഴിയും. അമാനി, അഭിമാനം ഒട്ടുമില്ല. തന്നെ പറ്റി ആര് പുകഴ്ത്തിയാലും നിന്ദിച്ചാലൊന്നും അദ്ദേഹത്തെ ലേശം പോലും ബാധിക്കില്ല. അദ്ദേഹം എല്ലാവരെയും മാനിക്കും. കാരണം അതിലൊക്കെ ഉള്ള ചൈതന്യം ഈശ്വരനാണ്. ചിത്ത വിളിക്കുന്ന ആളുടെ ഉള്ളിലും ഗുരുവായൂരപ്പൻ തന്നെയാണല്ലോ ഇരിക്കണത്. ചിത്ത വിളിച്ചുള്ളത് കാണുകയില്ല, കാണുന്നത് എന്താ? ഭഗവാൻ, ആ ചൈതന്യം. എന്ത് കേട്ടാലും കച്ചേരി പോലെ. ഏകനാഥസ്വാമിയെ പറ്റി പറയും, അദ്ദേഹത്തെ ഒരാൾ വന്ന് കുറേ ചീത്ത വിളിച്ചു. ചിത്ത വിളിക്കുമ്പോൾ അയാൾക്ക് സങ്കടാവുക. ആർക്ക്? ഏകനാഥസ്വാമിക്ക്. എന്തിനു ചീത്ത വിളിച്ചതാണോ? അല്ലല്ല, നിർത്താണ്ട പറയുന്നുണ്ടല്ലോ 1.5 മണിക്കൂർ. ലേശം ബദാം മിൽക്ക് കൊണ്ടു കൊടുത്തു, കുറച്ച് കുടിച്ചിട്ട് പറഞ്ഞോളൂ. അത് ട്രോൾ ചെയ്തല്ല, അയാളെ കളിയാക്കിയതല്ല, ഉള്ളിലുള്ള കാരുണ്യാണ്. അദ്ദേഹത്തെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ചീത്ത വിളിക്കണമുള്ള ചിന്തയെ ഉള്ളിലില്ല. അദ്ദേഹം ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ നിർത്താണ്ട് പറയുമ്പോൾ എത്ര വിഷമമുണ്ടപ്പാവും. ലേശം വെള്ളം കുടിച്ചിട്ട് പറഞ്ഞോട്ടെ, പറയുമ്പോൾ ഒരു സമാധാനം ഉണ്ട്, ആയിക്കോട്ടെ, എന്നാലും വിഷമിക്കരുത്. ഇതാണ് കൃപാലു ആണ്. അതാണ് അവരുടെ ഭാവം. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇഷ്ടമില്ല. അദ്ദേഹത്തിൻ്റെ വേറൊരു കഥ ഉണ്ട്. അദ്ദേഹം ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചപ്പാത്തി കഴിക്കാനായിട്ട് പുറപ്പെട്ട ഒരു ഉണക്ക ചപ്പാത്തി, ഇത് വായിക്കൊണ്ട് ഇറങ്ങണ്ടേ. അപ്പം അദ്ദേഹം അത് ഭൂമുഖത്ത് തൻ്റെ ആ പടിയുടെ മുകളിൽ വെച്ചിട്ട് അദ്ദേഹം അകത്തേക്ക് വെണ്ണെടുക്കാൻ പോയതാണ്. അപ്പോൾ ഒരു നായ വന്ന് എന്ത് ചെയ്തു? ചപ്പാത്തി കഷ്ണം കൊണ്ടുപോയി. ഇയാൾ വെണ്ണെടുത്ത് വരുമ്പോഴേക്ക് ചപ്പാത്തി കാണില്ല. നോക്കിയപ്പം നായ കൊണ്ടുപോവുകയാണ്. ഇയാൾ വെണ്ണയായിട്ട് നായയുടെ പിന്നാലെ ഓടുക. എന്തിന്? ഈ ഉണക്ക ചപ്പാത്തി നീ എങ്ങനെയാടാ കഴിക്കുക? കുറച്ച് വെണ്ണ കൂട്ടി കഴിച്ചോ എന്ന് പറഞ്ഞു. പിന്നെ നായ വിചാരിച്ച് അടിക്കാൻ വരികയെന്ന്. അതാണ് അവർക്ക് എല്ലാത്തിനോടും, മനുഷ്യരോടൊന്നല്ല, എല്ലാത്തിനോടും എന്തേ കാണുള്ളൂ. തനിക്ക് വെച്ചുന്ന എങ്ങനെയാണ്? അങ്ങനെയല്ലേ. അവർക്ക് കൃപ മാത്രമേ ഉള്ളൂ, കാരുണ്യം മാത്രമേ ഉള്ളൂ. ഇതാണ് ഭക്തന്മാരുടെ ലക്ഷണം. ഇങ്ങനൊരു ഭക്തനാവാൻ ശ്രമിച്ചാൽ മെല്ലെ മെല്ലെ ഈ സത്യം തെളിഞ്ഞു വരും. മറ്റുള്ളവരുടെ കുറ്റം പറയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അമാനിത്വം, അദംഭിത്വം ഇല്ലാത്തത് ഇങ്ങനെ കാണിച്ച് നടക്കുക. താൻ അങ്ങനെയാണ് നടിക്കുക, നാട്യം. ഞാൻ വലിയ ജ്ഞാനി നടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? വിശപ്പില്ല നടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? എന്താണ്? എത്ര ദിവസം നടിക്കുക? കുറച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം നമുക്ക് നാടകം അഭിനയിക്കാം. ഞാൻ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു, എത്ര കാലം നമുക്ക് അഭിനയിക്കാം? എത്ര നേരം പറ്റും? കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള പുറത്ത് വരില്ല. ഈ അസുരന്മാരെ കഥയൊക്കെ നോക്കൂ. വേഷം മാറി വന്നാലും ഭഗവാന്റെ മുന്നിൽ എത്തുമ്പോൾ എന്താവും? പൂതനയൊക്കെ സുന്ദരിയായിട്ട് വന്നു, കുറച്ച് കഴിയുമ്പോൾ എന്തായി? പിടിച്ചു നിൽക്കാൻ, അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഭഗവാന്റെ പ്രഭാവത്തിൻ്റെ മുന്നിൽ നമുക്ക് അഭിനയിക്കാൻ സാധിക്കില്ല. സത്യത്തിൻ്റെ മുന്നിൽ കുറേ നേരം അധികം അഭിനയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് എന്താ കാര്യം? ജ്ഞാനിയാവും. ജ്ഞാനിയാണെന്ന് അഭിനയിച്ചുകൊണ്ട് കാര്യമില്ല. വിശപ്പ് ഇല്ലാണ്ടാക്കുക, അല്ലാണ്ട് വിശപ്പില്ലാന്ന് അഭിനയിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ ശ്രദ്ധിക്കണം എന്നാണ്. കൃതസ്യ അപരികീർത്തനം, സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഒരിക്കലും അത് വിളിച്ച് പറയാണ്ടിരിക്കുക. എന്നാണ് ഭക്തൻ്റെ ലക്ഷണം. കൃതസ്യ അപരികീർത്തനം, ചെയ്ത സൽക്കർമ്മങ്ങളെപ്പറ്റി പറയാണ്ടിരിക്കുക എന്നാണ്. അറിയുന്നില്ലേ ഇയാൾ ഇങ്ങനെയൊക്കെ. ഇനി പുറമേക്ക് ദുഷ്ടനെ വിചാരിച്ചാലും സാരമില്ല, പുറമേക്കൊരു പിശുക്കനെ വിചാരിച്ചാലും കുഴപ്പമില്ല, എന്ത് പറയില്ല. അതാണ് ഭക്തൻ്റെ ലക്ഷണം. അത് ഉള്ളിൽ കിട്ടുന്ന ശാന്തി ഉണ്ടല്ലോ, ആ ഒരു നിറവുണ്ടല്ലോ, അതാണ് മുഖ്യം. ഇങ്ങനെയാണ് ആര്? ഉദ്ധവ ഭക്തന്മാർ. അപി ദീപാവലോകം മേ നോപയിഞ്ച്യാൻ നിവേദിതം യദ്യദിഷ്ടതമം ലോകേ യച്ചാതി പ്രിയമാത്മനഃ തത്തന്നിവേദയൻ മഹ്യം തദാനന്ദ്യായ കൽപ്പതേ. എന്ത് ചെയ്യുമ്പോഴും ഭഗവാൻ സമർപ്പിച്ചും കൊണ്ട് ചെയ്യുക. എന്ത് കർമ്മം? ഭഗവാന് കൊടുത്തിട്ട് കഴിക്കുക. നിവേദ്യം ചായ കുടിക്കുന്നതിന് മുമ്പ് ഒരു തുളസിയുടെ ഇലെങ്കിലും ഭഗവാന്റെ പാദത്തിൽ വെച്ചിട്ട് ഭഗവാനെ സമർപ്പിച്ചും കൊണ്ട് രാവിലെ എണീറ്റാൽ തന്നെ ഉടനെ ഭഗവാനെ ചിന്തിച്ചും കൊണ്ട് കിടക്കുമ്പോഴും കേശവായ നമ എന്ന് പറഞ്ഞ് കിടക്കുക. ഇങ്ങനെയൊക്കെ ഒരു ചിട്ടയോടുകൂടി ജീവിതം നയിക്കുന്ന ആൾക്ക് ദുഃഖം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. അയാളുടെ മനസ്സെപ്പോഴും ശാന്തമായിട്ടിരിക്കും. അധൈതത് പരമങ്കുഹ്യം ശൃണ്വതോ യതു നന്ദന സുഗോപ്യമപി വക്ഷ്യാമി ത്വന്മേ ഭൃത്യ സുഹൃത്സഖ. ഇനി ഉദ്ധവ,
തന്നോട് ഞാനൊരു സ്വകാര്യം പറയാം, ഇത് വളരെ രഹസ്യമാണ്, ഇത് ഞാൻ എല്ലാവരോടും പറയാറില്ല, താൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഭഗവാൻ ആ അധ്യായം നിർത്തി. നമുക്കും ഇവിടെ നിർത്താം. ആ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അഥവാ എങ്ങനെയായാലും എന്നെ വിചാരിച്ചാൽ അയാൾ നേരെയാവും, ഏത് ഭാവത്തിൽ വിചാരിച്ചാലും സാരമില്ല. ഗോപസ്ത്രീകളുടെ കഥ അങ്ങേക്കറിയില്ലേ? അവരെന്നെ ഒരു കാമുകനായിട്ടല്ലേ കണ്ടത്, അവരങ്ങനെയാണ് കണ്ടത്. പക്ഷെ ഞാൻ അതല്ലാണ്ടാക്കി, ഞാൻ എന്ത് ചെയ്തു, അത് ഭക്തിയാക്കി ഞാൻ മാറ്റി. അതുകൊണ്ട് എന്നെ വെറുത്താലും സാരമില്ല. അർത്ഥം വെറുക്കണം എന്നല്ലോ. ചിത്ത പറഞ്ഞവർക്ക് മുക്തി തന്നെയാണ് കിട്ടുക. നമ്മൾ വിചാരിക്കുക അവർക്ക് മുക്തിയൊന്നും കിട്ടില്ല, നല്ലല്ല. അവരാണ് കൂടുതൽ ഭാഗവതം വായിക്കുന്നത്, അവരാണ് വിമർശിക്കാൻ വേണ്ടി കൂടുതലും ഗീത വായിച്ചത്. ആരാ? നമ്മളാവില്ല, അവരാണ് കൂടുതൽ വായിച്ചത്. വൈകുണ്ഠം കിട്ടുക ആദ്യം അവർക്കായിരിക്കും, നമുക്കാവില്ല. അപ്പം അതുകൊണ്ട് ഭഗവാൻ നോക്കുക ഏത് ഭാവം ആണ്. തന്നെ സ്മരിക്കുന്നുണ്ടല്ലോ, കൂടുതൽ സമയം മാറ്റിവെച്ചത് തന്നെ ചിന്തിച്ചും കൊണ്ടല്ലേ, അതേ നോക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഭഗവാനെ ഭജിച്ചാലുള്ള ലാഭം ചെറുതല്ല എന്ന് പറയുകയാണ്. ഗോപസ്ത്രീകൾക്കൊന്നും വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. നീ ഗോപസ്ത്രീകൾ എന്ന് വിചാരിക്കേണ്ട, ബാക്കിയുള്ള ത്വാഷ്ട്രകായാധവാദയ, ത്വാഷ്ട്രൻ തൊഷ്ടാവിൻ്റെ മകൻ, വൃത്രാസുരനല്ലേ, പ്രഹ്ലാദനാര അസുരനല്ലേ, കയാധുവിൻ്റെ മകൻ, അതാണ് കയാധവൻ. അതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കണമെങ്കിൽ ബ്രാഹ്മണനാവണമെന്നൊന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. മനുഷ്യനാവണമെന്നല്ല, ഗജേന്ദ്രൻ മനുഷ്യനാ, അത്രയൊന്നുമില്ല. നീ വയസ്സ് നോക്കിയിട്ടാണ് സന്തോഷിക്കുക, 90 വയസ്സായ സന്തോഷിക്കുക, അങ്ങനെയൊന്നുമില്ല. ധ്രുവസ്യ ച വയഃ, ധ്രുവൻ എത്ര വയസ്സ്? 5 വയസ്സല്ലേ ഉള്ളൂ. പഠിപ്പ് നോക്കിയിട്ടാണെങ്കിൽ ഗജേന്ദ്രൻ എന്താ പഠിപ്പ്? ജാതി നോക്കിയിട്ടാണെങ്കിൽ കുറച്ച് മുന്നേ കഥ പറഞ്ഞില്ലേ, വേടൻ്റെ ജാതി എന്താ? ആചാരമുണ്ടോ? സന്ധ്യാവന്തനുണ്ടോ വേടന്? അപ്പം അതൊന്നല്ല നോക്കുക. സന്ധ്യാവന്തനുണ്ടോ, രാവിലെ കുളിയുണ്ടോ, ദേവാരുണ്ടോ ഉള്ളതല്ല. ഒക്കെ നല്ലത് തന്നെ, ഒക്കെ നല്ലതാണ്, ചിട്ട വേണം. ഇതൊക്കെ എന്തിനു ചോദിച്ചാൽ മനസ്സ് ശുദ്ധാവാനാണ്. ഈ ശുദ്ധമായ മനസ്സുണ്ടെങ്കിൽ ഇനി വേറൊന്നും ഇല്ലെങ്കിലും ആര് സന്തോഷിക്കും? ഭഗവാന് നിർമ്മലമായ മനസ്സാണ് പ്രധാനം. ആ മനസ്സുള്ളത് കൊണ്ടല്ലേ ഗോപികളെ ഞാൻ അനുഗ്രഹിച്ചില്ലേ എന്നാണ്. അതുകൊണ്ട് ഭക്തി വളരെ പ്രധാനമാണ്. ഏകയാ, ഭക്തി കൊണ്ട് മാത്രമാണ് ഉദ്ധവ എന്നെ ലഭിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഭക്തി കൊണ്ട് ലഭിക്കും എന്നുള്ളതാണോ? അങ്ങനെയല്ല. ഭക്തി കൊണ്ട് മാത്രം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെയുള്ള ഭക്തി ജ്ഞാനത്തോട് ചേർന്ന ഭക്തിയാണ്. ഭക്തിയിലൂടെ മനസ്സ് നിർമ്മലമായാൽ അവിടെ എന്ത് പ്രകാശിക്കും? ജ്ഞാനം പ്രകാശിക്കും. ഭക്തിയാണ് ക്വാളിഫിക്കേഷൻ. എന്തിന്? ജ്ഞാനത്തിന്. വിനയമാണ് ഈശ്വരനെ കിട്ടാനുള്ള വഴി. ജ്ഞാനത്തിനുള്ള ഒരു വഴി വിനയം ആണ്. നല്ല വിനയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഒഴുകും. നമ്മളൊന്ന് താഴ്ന്നാൽ ഗുരുവിൻ്റെ കൃപ അങ്ങോട്ട് ഒഴുകും, നമ്മളിങ്ങനെ വന്നാൽ ഒഴുകില്ല. വിനയം എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ആധ്യാത്മിക വിഷയങ്ങളിൽ വിനയം എന്നുള്ളത് വലിയ ഒരു ഘടകമാണ്. അഹന്തയോടുകൂടി ഇത് കിട്ടില്ല. അതുകൊണ്ടാണ് കൃപ എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് പറയും. ഞാൻ ഇത്രയും തന്നോട് പറയാൻ കാരണം ഉദ്ധവ, തന്നെ എനിക്ക് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ്. എനിക്ക് തന്നോടുള്ള അത്ര ഇഷ്ടം ആരോടില്ല. എനിക്ക് ബലരാമേട്ടനോടില്ല, എനിക്ക് ബ്രഹ്മാവിനോടില്ല, ശിവനോടില്ല, എനിക്ക് എന്നോട് പോലുമില്ല ഉദ്ധവ. അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് ഭക്തന്മാരെ എന്നർത്ഥം. തനിക്ക് ഭക്തി ഉള്ളതുകൊണ്ട് എനിക്ക് തന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? രഹസ്യമാണേ. ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ ഈ ഭക്തന്മാർ പോയി കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ അങ്ങോട്ട് നടക്കും. എന്തിന്? അവർ ചവിട്ടിയ പൊടിയെടുത്തിട്ട് ശിരസിൽ ധരിച്ചിട്ട് എനിക്കൊന്ന് ശുദ്ധാവണ്ടേ. എന്താണ്? ആ ഭക്തന്മാർ മാത്രം ശുദ്ധായ മതിയോ? അതുകൊണ്ട് തനിക്കൊരു ശുദ്ധാവണ്ടേ കരുതി ഞാൻ എന്ത് ചെയ്യും? പൂയയേത്യംഘ്രി രേണുഭി, ഭക്തന്മാരുടെ പാദത്തിലെ ആ പൊടി എടുത്ത് ഇടയ്ക്ക് ഞാനും അഭിഷേകം ചെയ്യാറുണ്ട് ഉദ്ധവ. ഞാനൊന്ന് ശുദ്ധാവാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഭക്തന്മാരെ. ഒന്നിനും വേണ്ടിയല്ലാണ്ട് എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഭക്തിയെ ഉദ്ദേശിച്ചു കേട്ടോ. ഗോപികളുടെ ഭക്തി പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടല്ല സ്നേഹിച്ചത്, അവർക്ക് പ്രത്യേകിച്ച് ലാഭം ഉണ്ടാവാനല്ല. അവരുടെ ദാരിദ്ര്യമൊന്നും മാറിയിട്ടില്ല, ഇതൊക്കെ അവിടെ തന്നെ ഉണ്ട്, അവർക്കാർക്ക് പരാതിയില്ല. നമ്മളിപ്പം ഭക്തന്മാരെന്ന് പറയുമെങ്കിലും നമ്മളുടെ കഥ എന്താ? നമുക്കെന്താ വേണ്ടത്? ഭഗവാനിൽ നിന്ന് വേണം. ഭഗവാനെ നമ്മൾ ഇഷ്ടിക പെറുക്കാൻ ഇവിടെ ചെയ്യുക. കഥ പറഞ്ഞതല്ലേ, ഇന്നലെ പറഞ്ഞതല്ലേ. അതാണ് നമ്മുടെ കഥ. ഇനി ഭഗവാൻ തന്നെ വന്നാലും നമുക്ക് ഭഗവാനെ വേണമെന്നില്ല, കാര്യങ്ങളൊക്കെ നടത്തി തരണം. ആ ഭക്തിയല്ല ഇവിടെ. ഒന്നിനും വേണ്ടിയല്ലാണ്ട് തത് സുഖസുഖിത്വം, തൽ ദുഃഖദുഃഖിത്വം. ഭഗവാൻ ദുഃഖിക്കാൻ പാടില്ല, ഭഗവാൻ സന്തോഷമായിട്ടിരിക്കണം. താൻ കുറച്ച് ദുഃഖിച്ചാലും സാരല്ലേ. ഈ ഒരു ഭാവം അതാണ് മുഖ്യം. ഗോപികൾക്ക് അങ്ങനെയായിരുന്നു. അവർക്ക് അവരുടെ സുഖം ഒന്നൊരു വിഷയമല്ല. ഭഗവാൻ സുഖമായിട്ടിരിക്കുന്നത് കേട്ടപ്പോഴേക്കും അവർ സമാധാനമായി. ഭഗവാൻ ദുഃഖിക്കുമോ ആലോചിച്ച് കരയുക. നമ്മളെ പറ്റിച്ച് ഭഗവാൻ അങ്ങനെ ഒളിച്ച് നടക്കുമ്പോൾ ഭഗവാന്റെ ആ കാല് കല്ലും മുള്ളും കൊണ്ട് വേദനിക്കുമോ? അങ്ങനെ ഒരു സ്നേഹം. കഷ്ടപ്പെട്ട് സ്നേഹിക്കല്ല. നമ്മളൊക്കെ പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് അമ്പലത്തിൽ പോവുക, കഷ്ടപ്പെട്ട് വഴിപാട് കഴിക്കുക, കഷ്ടപ്പെട്ട് നാമം ജപിക്കുക, അങ്ങനെയല്ല. അവർക്കങ്ങനെ പൂജാമുറിയൊന്നുമില്ല. എന്തിനാ പൂജാമുറി? എല്ലാ മുറിയും പൂജാമുറിയാണ്. അവർക്ക് ഭഗവാനെ പൂജിക്കാത്ത സമയമില്ല, ഭഗവാൻ ചിന്തിക്കാത്ത സമയമില്ല. അങ്ങനെയാണ് കഥ. അങ്ങനെ വ്യത്യാസം. അതുകൊണ്ട് ഈ ഗോപസ്ത്രീകളെ പോലുള്ള ഭക്തി ഉണ്ടെങ്കിൽ ഉദ്ധവ, അതിലൂടെ എന്നിലെത്താൻ സാധിക്കും. അവിടെ ജ്ഞാനം എളുപ്പത്തിൽ പ്രകാശിക്കും എന്ന് ആ ഭക്തിയുടെ മഹത്വം പറയുന്നു.
പിന്നെ ധ്യാന മഹത്വം, ഏത് യോഗമാണ് ശ്രേഷ്ഠം ചോദിക്കും, അപ്പോൾ അതൊക്കെ പറയും. പിന്നെ ഗുണങ്ങളെപ്പറ്റി വിസ്തരിക്കും. അതൊന്നും ഇപ്പം തൽക്കാലം തരക വിസ്തരിച്ച് കേട്ടല്ലോ, അതിൽ നിൽക്കട്ടെ. ബാക്കി നമുക്ക് സമയമാകുമ്പോൾ ലേശമായിട്ട് ഇനി പിന്നെ എപ്പോഴെങ്കിലും കേൾക്കാം. ഈ ഒരു സത്സംഗം എന്തായാലും ഭംഗിയിൽ വിഷമമില്ലാതെ സമർപ്പിക്കാൻ സാധിച്ചു. അത് ഭഗവാന്റെ കാരുണ്യമായിട്ട് കണക്കാക്കുന്നു. ത്വത്പ്രസാദായ ഭൂയാത്. ഈ ഒരു സത്സംഗം ഭഗവാനെ അങ്ങയുടെ സന്തോഷത്തിനായിട്ട് ഭവിക്കട്ടെ. ഇതാണ് സങ്കല്പം. ഒക്കെ ഭഗവാൻ സന്തോഷിക്കാനായിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാവും. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ചിത്തശുദ്ധി, ഹൃദയം ശുദ്ധമാവും, നല്ല ശാന്തി സമാധാനം അനുഭവിക്കാം. അതിന് നമുക്കൊക്കെ സാധിക്കട്ടെ. ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണാ ശരീരം ഗൃഹം പൂജാത്തെ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതി സഞ്ചാരപദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോതി തത്തദഖിലം ശംഭോ തവാരാധനം ശംഭോ ശംഭോ തവാരാധനം. മഹാദേവ ശിവശംഭോ മഹാദേവ ശിവശംഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശ്രീ മാരകോടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശ്രീ മാരകോടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശംഭോ ശംഭോ സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സാധു സംരക്ഷക പാലന സഹസ്രകോടി ജനപാലന സാധു സംരക്ഷക പാലന സാധു സംരക്ഷക പാലന മഹാദേവ ശിവശംഭോ ശ്രീ മാരകോടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശംഭോ സർവേശ്വര കരുണാകരമൂർത്തേ സർവേശ്വര കരുണാകരമൂർത്തേ സാമഗാന പ്രിയ വേദകീർത്തേ സർവേശ്വര കരുണാകരമൂർത്തേ സാമഗാന പ്രിയ വേദകീർത്തേ പരമേശ്വര ഗംഗാധര
गङ्गाधरमूर्ते परमेश्वरा गङ्गाधरमूर्ते पतितपावन श्री पशुपदे परमेश्वरा गङ्गाधरमूर्ते पतितपावन श्री पशुपदे पतितपावन श्री पशुपते महादेव शिवशम्भो श्रीमारकोडि सुन्दर प्रभो श्री महादेव शिवशम्भो शम्भो शम्भो